പ്രൈസ് ലോർഡ്. ഏറെ സന്തോഷത്തോടെ നിങ്ങളുടെ നടുവിലായിരിക്കാൻ ഇന്ന് രാത്രി ദൈവം ഇങ്ങനെ അവസരം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, കടന്നു വന്നിരിക്കുന്ന വളരെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, വളരെ പരിചിതരായ പരിചയമുണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കും. ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നാൽ 2008 മുതൽ 25 വരെയുള്ള ദീർഘമായ 17 വർഷങ്ങളിൽ പല പ്രാവശ്യം ഞാൻ ഓസ്ട്രേലിയയുടെ പല സ്ഥലങ്ങളിൽ വന്ന് കൺവെൻഷനിൽ പ്രസംഗിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥലത്തേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ വരാനും നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങളുടെ കൂടെ അല്പസമയങ്ങളിങ്ങനെ ചെലവിടാനും എനിക്ക് ഇടയായാലും ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നാളെ സ്നാനമുണ്ടെന്ന് കേട്ടില്ല, അതിനെക്കാട്ടി സന്തോഷമുണ്ട്. ഒരാളുടെ കർത്താവിൻ്റെ സഭയോട് ചേരുന്നു, ശരീരത്തോട് ചേരുന്നു എന്ന് കേൾക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്ത നിങ്ങളെ ഇങ്ങനെ ഇവിടെ കൂട്ടിവരുത്തി ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ നടത്തി, എല്ലാം ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവദാസനെ പൂർണ്ണമായിട്ട് ഉപവാസത്തോടെ ആയിരിക്കും അറിഞ്ഞു ഒത്തിരി സന്തോഷിക്കുന്നു. തൻ്റെ മകനെ ദൈവം ഈ ദേശത്ത് ഉപയോഗിക്കട്ടെ. എന്നെ ഓർത്തും പ്രാർത്ഥിക്കണം. എൻ്റെ പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പവർ വിഷനിൽ കൂടെയും ഹാർവെസ്റ്റിൽ കൂടെയും പിന്നെ അല്ലാതെ യൂട്യൂബിലൂടെയൊക്കെ ആയിട്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലെ എൻ്റെ പ്രസംഗങ്ങളുടെ ഒരു നല്ല ഭാഗം യൂട്യൂബിലൊക്കെ ഉണ്ട്, സാക്ഷ്യമുണ്ട്. അതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നിങ്ങളതൊക്കെ കേൾക്കണം. ഒക്കെ എനിക്ക് ദൈവം തന്ന ദൂതുകളാണ്. അതൊക്കെ നിങ്ങൾക്ക് പിന്നത്തേലായാലും പ്രയോജനപ്പെടും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ സ്നാനമുള്ളതുകൊണ്ട് ഞാൻ ആ നിലയിലൊരു വിഷയത്തിലേക്ക് അല്പസമയം ശുശ്രൂഷിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്നാനപ്പെടാത്ത മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്കും അതൊരു തീരുമാനം എടുക്കാനും സമർപ്പിക്കപ്പെടാനും ഒരവസരമാകും. 23 പേർ ഒന്നിച്ച് സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചു. മണർകാട് പള്ളിയിൽ കൂടുന്നു. അവരെ സ്നാനപ്പെടുത്താൻ വേണ്ടി എന്നെയാണ് വിളിച്ചത്. 23 പേരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് ഞാൻ ആ വെള്ളം ഇങ്ങനെ കോരി മുകളിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ വെള്ളം സാക്ഷി പറയുന്നൊരു ദിവസമുണ്ട്. സാക്ഷി പറയുന്നവർ 3 ആത്മാവ്, ജലം, രക്തം. അപ്പം ഈ ഒഴുകിപ്പോകുന്ന മീനച്ചാലിലെ വെള്ളം നാളെ ദൈവം വിളിച്ചിട്ട് നിന്റെ സ്നാനം നടന്നു എന്ന് ഈ വെള്ളം പറയണം. പിസിച്ചെറിയാൻ പറഞ്ഞാൽ ഏക്കത്തില്ല. ആ വെള്ളം എന്ത് ചെയ്യണം? അങ്ങനെ പറയുന്നൊരു ദിവസമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ അവർക്കുള്ള അവസരമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, ഒരു 10-27 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓടി വന്ന് അവൾ സ്നാനപ്പെടാൻ തയ്യാറായി. നേരത്തെയുള്ള തീരുമാനമൊന്നുമല്ല. ഈ 23 പേരുടെ സ്നാനം കണ്ടപ്പോൾ അവിടെ ഉള്ളത്തിൽ ദൈവം ഇടപെട്ടു. അവൾ വന്നപ്പോഴത്തേന് കരയ്ക്ക് കഴിഞ്ഞ മുഴുവൻ പേരങ്ങ് ആത്മാവിലായി. തമ്പേരടിച്ചില്ല, ഓർഗം വായിച്ചില്ല, പാട്ട് പാടിയില്ല, ഒന്നും കൂടെ ഹല്ലേലൂയ പറയാൻ പറഞ്ഞില്ല. ഈ കൊട്ടി ഓടി വെള്ളത്തിലൂടെ ഇറങ്ങിയപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ പെട്ടെന്ന് കരയ്ക്ക് ചെന്ന മുഴുവൻ പേരിലേക്കും പരിശുദ്ധാത്മാവ് പകർന്നു. ഭയങ്കര ഒരു ആരാധന വെളിപ്പെട്ടു. നദിയാണെന്നറിയാതെ ഞാനും അവിടെ നിന്ന് ആത്മാവിലായി. പ്രൈസ് ലോർഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ് സ്നാനപ്പെടുക എന്നുള്ളത്. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള 2 അതിമഹത്തായ ശുശ്രൂഷകളാണ്. 1 സ്നാനം, 2 കർത്താവിൻ്റെ മേശ. ഈ 2ൻ്റെ അർത്ഥങ്ങൾ വളരെ വലുതാണ്. ഇത് 2 നമ്മൾ തിടുക്കത്തോടെ ചെയ്യേണ്ട കാര്യമല്ല. നന്നായി പഠിച്ചും പഠിപ്പിച്ചും ചെയ്യേണ്ട കാര്യമാണ്. വേദപുസ്തകം മുഴുവൻ സ്നാനമുണ്ട്. വേദപുസ്തകം മുഴുവൻ
സ്നാനമുണ്ട്. പുതിയ നിയമം പ്രസംഗിച്ചിട്ടല്ല ഫിലിപ്പോസ് കന്ദക്കരാജ്ഞിയുടെ ഷണ്ണനെ സ്നാനപ്പെടുത്തി. യെശയ്യാ പ്രവചനം 53 അധ്യായം വായിച്ചിട്ടാണ് ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. അപ്പോൾ യെശയ്യാ പ്രവചനം 53 അധ്യായത്തിലും എന്തുണ്ട്? സ്നാനമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? സ്നാനമുണ്ട്. അതാ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഇന്നതൊക്കെ ഒത്തിരി മറച്ചു വെച്ച് ആളുകളെ സന്തോഷിപ്പിച്ചൊക്കെ പോകുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഒരു വേർപെട്ട ദൈവപൈതൽ നിശ്ചയമായിട്ട് കർത്താവായ യേശുവിനോട് ചേരണം, യേശുവിനെ ധരിക്കണം, യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ പങ്കാളിയാകണം. പ്രൈസ് ദി ലോർഡ്. വലിയ ആഴമുള്ള അർത്ഥമാണ് സ്നാനത്തിനുള്ളത്. റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതീവ ഗൗരവമുള്ള ചില കാര്യങ്ങൾ. കുഞ്ഞുങ്ങളുടെ ബൈബിൾ എടുക്കണം. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1 to 10. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. 3 പ്രത്യേക കാര്യങ്ങള് പൗലോസ് ഓർപ്പിക്കുകയാണ്. 6-ാമത്തെ വാക്യം നാം ബലഹീനരായിരിക്കുമ്പോൾ, 8-ാമത്തെ വാക്യം നാം പാപികൾ ആയിരിക്കുമ്പോൾ, 10-ാമത്തെ വാക്യം നാം ശത്രുക്കളായിരിക്കുമ്പോൾ. ആ 3 പദവും ശ്രദ്ധിച്ചാട്ട്. നാം ബലഹീനരായിരിക്കുമ്പോൾ, 2 നാം പാപികളായിരിക്കുമ്പോൾ, 3 നാം ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആര് മരിച്ചു? ക്രിസ്തുയേശു മരിച്ചു. നമ്മുടെ 3 യോഗ്യതകളാണ്. ഇന്ന് രാത്രി നമ്മുടെ 3 യോഗ്യതകൾ എന്തൊക്കെയാണ്? പാപികൾ, ബലഹീനർ, ശത്രുക്കൾ. ഈ നിലയിലായിരുന്നു നമ്മെ യേശു ക്രിസ്തുവിലൂടെ രക്ഷിച്ച രക്ഷയുടെ സന്ദേശമാണ് വേദപുസ്തകം മുഴുവൻ നമുക്ക് വായിക്കാൻ കഴിയും. 21 ലേഖനങ്ങളാണ് സഭയ്ക്ക് കർത്താവ് തന്നത്. എത്രയാണ്? 21 ലേഖനങ്ങൾ. 27 പുസ്തകമുള്ളതിൽ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളായിട്ടും 1 പുസ്തകം പരിശുദ്ധാത്മാവിലൂടെ 3.5 പതിറ്റാണ്ട് സഭ ചെയ്ത അപ്പോസ്തലന്മാർ ചെയ്ത ചരിത്രമായിട്ടും. അപ്പം 4 1 5 1 പുസ്തകം പ്രവചന പുസ്തകമായിട്ടും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പുസ്തകങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് ലേഖനങ്ങളാണ്. എന്താണ്? ലേഖനങ്ങൾ. അത് 2 ലേഖനങ്ങൾ ധന്യനായ പത്രോസ് ലീഹ നമുക്ക് എഴുതി തന്നു. 3 ലേഖനങ്ങൾ ധന്യനായ യോഹന്നാൻ നമുക്ക് എഴുതി തന്നു. 1 ലേഖനം യാക്കോബും 1 ലേഖനം യൂദയും നമുക്ക് എഴുതി തന്നു. അതൊഴിച്ചാൽ ബാക്കിയുള്ള 14 ലേഖനങ്ങൾ ധന്യനായ പൗലോസ് ലീഹയാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരിൽ പെടാത്ത ആളാണ് ആര്? പൗലോസ് ലീഹ. ശിഷ്യന്മാരെ കുറവ് നികത്തിയത് ചീട്ടിട്ട് മത്തിയാസ് എന്നയാളിനെ തിരഞ്ഞെടുത്താണ്. എന്നാൽ യേശു തിരഞ്ഞെടുത്ത 12-ാമത്തെ ശിഷ്യനാണ് വാസ്തവത്തിൽ ധന്യനായ പൗലോസ് ലീഹ. ശൗൽ എന്ന പൗലോസ്. ശൗലിനെ അംഗീകരിക്കാൻ ശിഷ്യഗണങ്ങൾക്കോ അന്നത്തെ പ്രാർത്ഥന മനുഷ്യർക്കോ കഴിഞ്ഞില്ല. അനന്യാസിനോട് ദൈവം പറയുന്ന, അനന്യാസേ
നീ എഴുന്നേറ്റ് ശൗൽ എന്ന വ്യക്തിയെ കൈവച്ചെന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അനനീയാസ് പറയുകയാണ്, ഒരു കാരണവശാലും ഞാൻ അവൻ്റെ തല്ലെങ്ങും പോയി കൈവെക്കത്തില്ല. അവൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത് അവന് സഭയുടെ ഏറ്റവും വലിയ ഉപദ്രവകാരിയാണ് എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ അവനെ ജാതികളുടെയും രാജാക്കന്മാരുടെയും അപ്പോസ്തലനായി തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ഒരു മാനപാത്രമാണ്. നീ അവനെ പോയി എന്ത് ചെയ്യാൻ പറഞ്ഞു, കൈവച്ച് പ്രാർത്ഥിച്ചു വേർതിരിക്കാൻ പറഞ്ഞ് അനനീയാസ് ചെല്ലുകയും ശൗലിൻ്റെ മേൽ കൈവെക്കുകയും അവന് കണ്ണിനേറ്റ ആ പ്രകരത്താലുള്ളവായ തിമിരം അടർന്നു വീഴുകയും അവന് കണ്ണു തുറക്കുകയും 3 രാപരുകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുകയും ചെയ്ത ശേഷം ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് ഓരോ ദിവസവും യേശു ക്രിസ്തു തന്നെ ദൈവപുത്രൻ തെളിയിച്ച് പ്രസംഗിച്ച് യഹൂദന്മാരുടെ വായെ അടച്ചു. ഒരല്ലേലൂയ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ലേഖനമാണ് റോമ ലേഖനം. പ്രതിപാദ്യ വിഷയം 1-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം രക്ഷ എന്നുള്ളതാണ്. എന്താണ്? എല്ലാവരും പറഞ്ഞേ. ഞങ്ങൾക്കിത് മനസ്സിലാകാനാണ് ഞാൻ ശാന്തമായിട്ട് പറയുന്നത്. റോമാലേഖനത്തിന് 1ഉം 2ഉം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? രക്ഷ. 3ഉം 4ഉം അധ്യായം രക്ഷയുടെ ആവശ്യം എന്താണ്, രക്ഷയുടെ വഴി എന്താണ്. 5 മുതൽ 8 വരെ അധ്യായം രക്ഷയുടെ അനന്തര ഫലം എന്താണ്. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? അപ്പോൾ രക്ഷയുടെ ആവശ്യം എന്താണ്, രക്ഷയുടെ വഴി എന്താണ്, രക്ഷയുടെ അനന്തര ഫലം എന്താണ്. രക്ഷയുടെ അനന്തര ഫലം തന്നെ വളരെ ദീർഘമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിലോ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നാളെയോ രക്ഷിക്കപ്പെടും എന്നുള്ള ലെവലിലാണ് രക്ഷ. രക്ഷിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിലും വചനം കേൾക്കാൻ പോകുമ്പോൾ കേൾക്കുന്ന വചനത്താൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ രക്ഷിക്കപ്പെടും. അന്ന് വരെ എന്താണ്? രക്ഷ തുടരുക. നിങ്ങൾക്ക് മനസ്സിലായോ? രക്ഷയുടെ ത്രികാല അനുഭവത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൻ്റെ പൈതൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ രക്ഷിക്കപ്പെട്ട് കാഹളം ധ്വനിക്കുമ്പോൾ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുവരെ തുടരുന്നതാണെന്ത്? രക്ഷ. ഒരു സ്തോത്രം പറഞ്ഞാൽ 5-ാം അധ്യായം വളരെ ഗൗരവമുള്ള വിഷയമാണ്. യേശു ക്രിസ്തു വന്ന ഏകനാൽ നമുക്ക് ലഭ്യമായ നീതീകരണം. എന്താണ് പറഞ്ഞെല്ലാവരും? നീതീകരണം. 6-ാം അധ്യായം നീതീകരിക്കപ്പെട്ടവരുടെ ഏകീകരണം. 7-ാം അധ്യായം ഏകീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണം. 8-ാം അധ്യായം വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ തേജസ്കരണം. അപ്പോൾ തേജസ്കരണം എന്നുള്ളതാണ് ഒടുവിൽ പ്രാപിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ രക്ഷിക്കപ്പെടുന്നതോട് ആദ്യം സംഭവിക്കുന്നത് നീതീകരണമാണ്. എന്താ നീതീകരണം? ഞാനും നിങ്ങളുടെ പാർഷ അനീഷും ജ്യേഷ്ഠനും അനുജനുമാണ്. ജ്യേഷ്ഠനും അനുജനും ഒരപ്പൻ്റെ 2 മക്കളാണ്. ഞാൻ അബദ്ധവശാല് നമ്മുടെ ബ്രദറിന് പേരെന്തുവായിരുന്നു? സിബി, നെല്ലിക്ക മണ്ണല്ലേ, കരിങ്കുറ്റി, റാന്നി. അപ്പോൾ ഞാനൊരു അടി കൊടുത്തു. പുള്ളി മരിച്ചുപോയി. പുള്ളി മരിച്ചു കിടക്കുമ്പോൾ ഞാനിങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ സഹോദരൻ അനീഷ് അതുവഴി എന്നോട് പറഞ്ഞു, അച്ഛൻ പോയി രക്ഷപ്പെട്ടു, ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞു. ഈ കൊലപാതകം ഞാൻ ഏറ്റോളാം. ഇദ്ദേഹം മനസാ വാച കർമ്മണ ഒന്നും അറിഞ്ഞിട്ടില്ല. 100% തെറ്റ് ചെയ്ത ആരാണ്? നിങ്ങൾ എൻ്റെ കൂടെ ആണോ? 100% തെറ്റ് ചെയ്ത ആരാണ്? ഞാനാണ്. ഞാൻ ചെയ്ത തെറ്റിൽ നിന്ന് എന്നെ രക്ഷിച്ചു. പകരം തെറ്റ് ചെയ്യാത്ത ഈ മനുഷ്യൻ എൻ്റെ തെറ്റേറ്റെടുത്തു.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നീതീകരിക്കപ്പെട്ടവനായി പോയി, പുള്ളി ശിക്ഷ അനുഭവിച്ചു. പാപത്തിന്റെ ശമ്പളം മരണം. അതാ കാൽവറി നടന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കാൽവറി നടന്നത്, പീലാത്തോസ് 3 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു, ഈ മനുഷ്യന് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഹേരോദാവ് പറഞ്ഞു, ഞാനൊരു കുറ്റവും. ഒറ്റിക്കൊടുത്തവൻ പറഞ്ഞു, നീതിമാന് ഞാൻ എന്ത് ചെയ്തു? കുറ്റമില്ലാത്തവനെ ഞാൻ എന്ത് ചെയ്തു? ഒറ്റിക്കൊടുത്തു. ക്രൂശിച്ച് കൊന്നവൻ പറഞ്ഞു, വാസ്തവമായി ഈ മനുഷ്യൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. വിധിച്ചവന്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. ചുരുക്കി പറഞ്ഞ, എല്ലാരും നീതിമാൻ 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 എന്ന് പറഞ്ഞിട്ടും കുറ്റമില്ലാത്തവനെ എന്ത് ചെയ്തു? ക്രൂശിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി? ശത്രുക്കളായിരുന്ന, ബലഹീനരായിരുന്ന, പാപികളായിരുന്നു. ഒരല്ലേ പറഞ്ഞ് നമ്മുടെ 3 യോഗ്യത ഞാൻ ആദ്യം പറഞ്ഞ് വായിച്ചു കേൾപ്പിച്ചു. എന്തൊക്കെയാണ്? ബലഹീനരായിരുന്ന, പാപികളായിരുന്ന, ശത്രുക്കളായിരുന്ന എന്നെ നീതീകരിക്കാൻ നീതിമാനായവന്റെ മേൽ കുറ്റമെല്ലാം ചുമത്തിയിട്ട്, പ്രൈസ് ദി ലോർഡ്, എന്നെ സ്വതന്ത്രനായിട്ട് വിട്ടു. ഇവിടെ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് അല്ലേ? കോവിഡിന് ഉൾപ്പെടെ എന്തുണ്ട്? ക്യാൻസറിനും ലുക്കേമിയയ്ക്കും എല്ലാത്തിനും എന്തുണ്ട്? മരുന്നുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു രോഗമാണ് ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനത്തിൽ മിക്ക പിള്ളേർക്ക് സൊറൈസിസ് ഉണ്ടല്ലേ? അതിനിപ്പോൾ മരുന്നുണ്ട്. ഒരു ഇഞ്ചക്ഷന് ഇവിടുത്തെ $5000. അത് 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? എടുക്കണം. അപ്പോൾ ഒരു വർഷം എത്ര ഇഞ്ചക്ഷൻ എടുക്കണം? 4 ഇഞ്ചക്ഷൻ. 4 ഇഞ്ചക്ഷൻ $5000 വെച്ചാകുമ്പോൾ എത്ര ആയി? പക്ഷെ നിങ്ങൾ $30 കൊടുത്താൽ മതി, ബാക്കി പൈസ ഗവൺമെൻറ് തരും. ഇതെങ്ങനെ ഞാൻ അറിഞ്ഞെന്നല്ലേ? അപ്പോൾ നമ്മളങ്ങനെ 5000 വെച്ച് 4 പ്രാവശ്യം കൊടുക്കുവാണെങ്കിൽ ഒരു വർഷം $20,000. അപ്പോൾ ഇന്ത്യൻ റുപ്പീസിലാകുമ്പോൾ എത്ര രൂപ ആകും? കുറഞ്ഞത് 10-12 ലക്ഷം രൂപ. 10 വർഷത്തേക്കാണ്. നമ്മുടെ നാട്ടിലെ വസ്തു കൂടെ വിറ്റാൽ നമുക്ക് നൂരാൻ ഒക്കുമോ? സൊറായ്സിന് മരുന്ന് മേടിക്കാനല്ല കാണത്തുള്ളൂ ഇവിടെ കിടന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞ അതിനും എന്തുണ്ട്? പറഞ്ഞേ, മരുന്നുണ്ട്. മരുന്നില്ലാത്ത ഏക രോഗം പാപമാണ്. എൻ്റെ കൂടെ വരണേ. ബാക്കി സകല രോഗത്തിനും എന്തുണ്ട്? മരുന്നുണ്ട്. വില കൂടിയും കുറഞ്ഞും ഒക്കെ വരുമെന്നേ ഉള്ളൂ. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മരുന്നുണ്ട് ഇല്ലേ? പക്ഷെ എത്ര ലക്ഷം കൊടുത്താലും മരുന്ന് കിട്ടാത്ത ഏറ്റവും മാരകമായ രോഗം ഏതാണ്? പാപം. മരിച്ചേ തീരത്തുള്ളൂ. പാപത്തിന്റെ ശമ്പളം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏകൻ മൂലമുളവായ പാപം ഏകന്റെ മരണത്താൽ നീങ്ങി. നല്ല അല്ലേലിയ പറയണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിച്ച ഭാഗ്യം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു പ്രവേശിച്ചതാണ്. എന്താണ്? പ്രവേശിച്ചതാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ അകത്തേക്ക് പ്രവേശിച്ച മരണമെന്ന മാരക വിപത്തിനെ മാറ്റാൻ മരണമില്ലാത്തവൻ മരിച്ചു. അതാ കാൽവറി. ഉലകത്തിൽ മരണമില്ലാത്ത ഒരാളെ ഉള്ളൂ. അതാരാണ്? താൻ മാത്രം അമർത്യതയുള്ളവനും. നിങ്ങളുടെ കൂടെ നിന്ന് വരണേ, ഞാൻ ശാന്തമായിട്ട് പറയാം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായിരുന്ന സാക്ഷാൽ യേശു തമ്പുരാൻ മരിച്ചു. പക്ഷെ ദൈവത്തിന് മരിക്കാൻ ഒക്കുമോ? ദൈവത്തിന് മരിക്കാൻ ഒക്കുമോ? ഇല്ല. മരിക്കാൻ വേണ്ടി ദൈവം ആരായി? മനുഷ്യനായി. നമ്മളൊക്കെ മനുഷ്യനായതുകൊണ്ട് മരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ജനിച്ചത് കൊണ്ട് മരിക്കുക. ഇപ്പം 110 വയസ്സുള്ള അപ്പച്ചനോട് ചോദിച്ചാൽ അപ്പച്ചൻ പറയുന്നത് മരിക്കാനൊന്നും വലിയ ആഗ്രഹം ഇല്ല. ഉണ്ടോ?
പക്ഷെ ഇവിടെ മരിക്കാനായിട്ട് ഒരാളെ ജനിച്ചുള്ളൂ. നമ്മളൊക്കെ ജനിച്ചുകൊണ്ട് മരിക്കുകയാണ്. എൻ്റെ കൂടാണോ നിങ്ങളെ? നമ്മളൊക്കെ ജനിച്ചുകൊണ്ട് മരിക്കുകയാണ്, പക്ഷെ മരിക്കാനായിട്ട് ഒരാളെ ജനിച്ചുള്ളൂ. അതാരാണ്? മരണമില്ലാത്ത കർത്താവ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ എല്ലാവരും ജനിച്ചവരാ കേട്ടോ. നമ്മളെല്ലാവരാണ് ജനിപ്പിച്ചവരാണ്. ജനിച്ചവരല്ല, ജനിപ്പിച്ചവരാണ്. നിങ്ങൾ മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഒരു താഴോട്ട് വായിച്ച് മുഴുവൻ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ച്, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ച്, യാക്കോബ് യഹൂദായെ ജനിപ്പിച്ച്, യഹൂദ താമാറിൽ അങ്ങനെ ജനിപ്പിച്ച് ആരോട്ട് വായിച്ച് യോസഫിനെ ജനിപ്പിച്ചു. കണ്ടോ, അവിടെ നമ്മൾ ചരിത്രം മാറി. യോസഫിനെ ജനിപ്പിച്ചു. അതുവരെ എന്താണ്? മനുഷ്യനെ ജനിപ്പിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? അതുവരെ മനുഷ്യനെ ജനിപ്പിച്ചു. അവിടെ വന്നപ്പോൾ നേരെ ചരിത്രം മാറി. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. അപ്പൊ ഇവിടെ എല്ലാരും ജനിപ്പിച്ചവരാണ്. ജനിച്ച ഒരാളെ ഉള്ളൂ. നിങ്ങൾ സ്വോത്രം പറയാമെന്ന് ഞാൻ വിചാരിച്ചു. നല്ല സ്വോത്രം പറയണോ? ബാക്കി എല്ലാരും ഇവിടെ ആരാണ്? ജനിപ്പിച്ചവരാ. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദ ജനിപ്പിച്ചു, യഹൂദ താമാറിൽ പെരസിനെ ജനിപ്പിച്ചു. അങ്ങനെ ജനിപ്പിച്ചവരാണ്. എന്നാൽ അതിനിടയ്ക്ക് ഒരാൾ ജനിച്ചു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നല്ലൊരു ഹല്ലേലൂയ പറയണം. ആ വാക്യം തന്നെ ഉൽപ്പത്തി 3:16. അവളുടെ സന്തതി, സ്ത്രീയുടെ സന്തതി. അവളിൽ നിന്ന് ക്രിസ്തു എന്ന യേശു ജനിച്ചു. അവിടെ ചരിത്രം തുടങ്ങുക. ഇവിടെ എല്ലാവരും ജനിച്ചു കഴിഞ്ഞ് വോട്ട് കാശ് കൊടുത്തോ അട്ടിമറിച്ചോ മറ്റവനെ തട്ടിയോ ഒക്കെ രാജാവാകുക. രാജാവായോ തന്നെ. ഇപ്പോൾ ഒരു MLA ആകാൻ തന്നെ എന്ത് കഷ്ടപ്പെട്ട് എല്ലാവരും MLA ആക്കിയാലും ഒരു പെൺകൊച്ചു വിചാരിച്ച് അവൻ MLA സ്ഥാനവും പോയി. ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഇവിടെ ബന്ധപ്പെട്ടായാലും ഒരു കൊച്ചു വിചാരിച്ച തട്ടാനുള്ളതേ ഉള്ളൂ. അവരാരും MLA ആയിട്ട് ജനിച്ചവരല്ല. അവരാരും രാജാവായിട്ട്, ഇവിടെ രാജാവായിട്ട് ഒരാൾ ജനിച്ചു. അവളുടെ സന്തതിയായി ജനിച്ചു. രണ്ട് ജനിച്ചവൻ ആരായിരുന്നു? പറയെല്ലാരും കൂടെ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ആരാന്നറിയാം? വിദ്വാൻമാരെ എന്ന് ചോദിക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്ന ഉലകത്തിൽ ഒരാളെ രാജാവായി പിറന്നിട്ടുള്ളൂ. ബാക്കിയൊരെല്ലാം പിറന്നു കഴിഞ്ഞ് പിന്നെ എപ്പോഴൊക്കെയോ രാജാവായവരാ. പക്ഷെ ഇവിടെ രാജാവായി പിറന്നൊരുത്തനുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറയണം. ഇവിടെ രാജാവായി മരിച്ചൊരുത്തനുണ്ട്. അന്നത്തെ കാലത്ത് 3 ഭാഷയാ പ്രാബല്യത്തിൽ. ഏതൊക്കെയാ? എബ്രായ ഭാഷ, യവനായ ഭാഷ, അരാമ്യ ഭാഷ. അന്ന് 3 ഭാഷയെ പ്രാബല്യത്തിലുള്ളൂ. പിലാത്തോസ് 3 ഭാഷയിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അപ്പൊ ജനിച്ചത് ആരായിട്ടാ? മരിച്ചതാരായിട്ടാ? ഇനി വരാൻ പോകുന്ന ആരായിട്ടാ? ആ രാജാവിനോട് ചേരാനാണ് നീ സ്നാനപ്പെടണമെന്ന് പറഞ്ഞത്. ഓ ഹല്ലേലൂയ. കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഈ യേശു ദൈവമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ക്രിസ്തുവേശുവിലെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവമായിരിക്കെ. അവൻ ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിലോ ഇവിടെ വന്നിട്ട് ദൈവമായതല്ല, നാട്ടുകാരെല്ലാം കൂടി ദൈവം ആക്കിയതല്ല. അവൻ ആരായിരുന്നു? ദൈവമായിരുന്നു. നല്ല സ്തോത്രം പറയണം. നമുക്ക് ലഭിച്ച ഭാഗ്യം സാക്ഷാൽ ദൈവമായിരുന്നവനെ, ഇന്നും ദൈവമായിരിക്കുന്നവനെ, നാളെയും ദൈവമായിരിക്കുന്നവനെ, ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവനെ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവമായിരുന്നവൻ, രാജാവായി പിറന്നവൻ, ജനിച്ചവൻ, നമുക്ക് വേണ്ടി മരിച്ചു.
നമ്മളെല്ലാം മരിക്കുമ്പോൾ വേദനയോടാണ് മരിക്കുന്നത്. പക്ഷെ മരണം ആസ്വദിച്ച ഒരാളുണ്ട്. ഹലോ, മരണം എന്ത് ചെയ്തു? ആസ്വദിച്ചു. മരണം ആസ്വദിച്ചു. നമ്മൾ പായസവും ജ്യൂസും ഒക്കെ ആസ്വദിക്കുന്നത്, ഐസ്ക്രീം ഒക്കെയാണ് അല്ലേ? ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമ്മൾ ആസ്വദിച്ച് കഴിക്കത്തില്ലേ? പക്ഷെ യേശു മരണം ആസ്വദിച്ചു. എന്താ ആസ്വദിച്ചെന്നറിയാമോ? അവൻ മരിച്ചപ്പോൾ നമ്മളെ ആത്മാവി കണ്ടു. ഇന്നലത്തെ നിങ്ങളിവിടെ ഇങ്ങനെ മുഴങ്ങാനിരിക്കുന്നൊക്കെ കണ്ടു. തൻ്റെ മരണത്താൽ ജനിക്കുന്ന തൻ്റെ കാന്തയായ മണവാട്ടി ആര് കണ്ടു? യേശു കണ്ടു. അത് കണ്ടതുകൊണ്ട് ക്രൂശിലെ മരണം അവൻ ആസ്വദിക്കുകയായിരുന്നു. ഈ മരണത്താൽ ഉളവാകുന്ന കാന്തയായ മണവാട്ടി സഭയെ കണ്ട് കാൽവറിയിൽ എല്ലാം നിവർത്തിച്ചു എന്ന് പറഞ്ഞ യേശുവിന്റെ സ്നേഹം അതെത്രയോ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്? എങ്ങനെയാണ് വീണ്ടും ജന്മം പ്രാപിക്കുക? നിക്കോദീമോസ് എന്ന് പറഞ്ഞ മനുഷ്യനെ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്നു. എപ്പോൾ വന്നു? രാത്രിയിൽ. നിക്കോദീമോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ അക്കാലത്തെ പരീശന്മാരുടെ പ്രമാണി, യഹൂദന്മാരുടെ പ്രമാണി, ധനാഢ്യനായ മനുഷ്യന് സന്നിധി സംഘത്തിലെ അംഗവും, അക്കാലത്തെ ഏറ്റവും ഉപദേഷ്ടാവായ മനുഷ്യൻ രാത്രിയിൽ ഇവിടെ വന്നു. ഒരു ആശാരിയുടെ കൊച്ചുകുടിലി വന്നു. അതല്ലേ ശരി? കീറ്റുശീലം മേടിക്കാൻ കാശില്ലാത്തവനെ ഈ ആശാരി. ലോഡ്ജിൽ ഭാര്യയ്ക്ക് പ്രസവിച്ച് കിടക്കാൻ സ്ഥലമില്ലാഞ്ഞതിന് കന്നാലി കൂട്ടിക്കൊണ്ട് കുഞ്ഞിനെ കിടത്തിയ ആളാണ് ഈ ആശാരി. അപ്പൊ ഈ ആശാരിയുടെ വീട്ടിൽ രാത്രിയിൽ യഹൂദന്മാരുടെ പ്രമാണി വന്നേക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ അവിടെ വന്ന് കയറിയപ്പോൾ യേശുവിനോട് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട്, റബീ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ അക്കാലത്തെ റബി ആരാ? നിക്കോദീമോസ. പക്ഷെ നിക്കോദീമോസ് തന്നെക്കാട്ടിൽ വളരെ പ്രായം കുറഞ്ഞ 30 വയസ്സേ ഉള്ളൂ. ഒരാൾ റബി ആകണമെങ്കിൽ തന്നെ 40 വയസ്സ് വേണം. അപ്പം ഇത് 30 വയസ്സേ ഉള്ളൂ. 30 വയസ്സുള്ള നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ആശാരി കൊച്ചൻ, റാന്നിക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ആശാരി കൊച്ചനെ കയറി ഈ വലിയ മനുഷ്യൻ വിളിക്കാണ് റബി, ഗുരു, ഉപദേഷ്ടാവേ എന്നാ വിളിച്ചേ. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ ചടയാളങ്ങളൊന്നും ചെയ്യാൻ ആരെ കൊണ്ടും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ആദ്യമായിട്ടൊരു സമൂഹത്തിലെ ഉന്നതനായ വ്യക്തി, മാന്യനായ വ്യക്തി ക്ഷണിക്കപ്പെടാതെ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറുക. പ്രൈസ് ദി ലോർഡ്. അക്കാലത്തെ അറിയപ്പെടുന്ന മാന്യനായ ഒരു വ്യക്തി രാത്രി ആരുടെ വീട്ടിൽ വരുവാണ്? ഈ സാമ്പത്തികം കൊണ്ടും എല്ലാം കൊണ്ടും താണ നിലവാരത്തിൽ കഴിയുന്ന ഈ തച്ചൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് ഈ തച്ചൻ്റെ മകനെ വിളിക്കുകയാണ്, ഗുരു, റബി, നീ ദൈവത്തിൻ്റെ അടുക്കെന്ന് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നമ്മുടെ ബ്രദറിനോട് വളരെ ബഹുമാനത്തോടെ 2 വാക്ക് പറയുമ്പോൾ ആദ്യം പുള്ളി ചെയ്യുന്നത്, ഇവിടുത്തെ വൈഫിൻ്റെ പേരെന്തുവാ? കൃപ. അതും ഒരു കൃപയാണ്. അപ്പോൾ കൃപയെ നമ്മുടെ PC ചെറിയാൻ പാസ്റ്റർ കൊണ്ട് വന്നേക്കുന്നു, പെട്ടെന്ന് ചായ എടുക്ക്, പാസ്റ്ററെ ഷുഗർ ഇടുമോ, മധുരം ഉപയോഗിക്കുമോ എന്നെല്ലാം ചോദിച്ച്, അല്ലേ? അതല്ലേ സാമാന്യ മര്യാദ? പക്ഷേ വീട്ടിൽ രാത്രി അതിഥിയായി വന്ന മനുഷ്യനോട് ഒരു സാമാന്യ മര്യാദയും കാണിക്കാതെ പറഞ്ഞു, എന്നെ റബീന്ന് വിളിച്ചത് കൊണ്ടോ, എന്നെ ഉപദേഷ്ടാവെന്ന് വിളിച്ചത് കൊണ്ടോ, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നപ്പോൾ എന്നെ പുകഴ്ത്തിയത് കൊണ്ടോ ഒന്നും നീ സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ എൻ്റെ പൊന്നു മോനെ, നീ ആരും ആയിക്കോട്ടെ, നീ എന്ത് ചെയ്യണം? പുതുതായി ജനിക്കണം. അപ്പൊ ഏത് മനുഷ്യനായാലും അവൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് യേശു 2 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാൽ, എത്ര പ്രാവശ്യമാ? ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം
ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് ആകാശവും ഭൂമിയും മാറിയാലും അത് ആമീൻ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ ആകാശം മാറിപ്പോയാലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് മാറ്റമൊന്നും ഇല്ല. ആമീൻ ആമീൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും പറഞ്ഞ അവനൊന്നും മനസ്സിലാകാത്തതുപോലെ. മനസ്സിലാകാഞ്ഞിട്ടാണോ? ഉപദേഷ്ടാവല്ലേ? പരീശന്മാരുടെ പ്രമാണി എന്ന് പറയുമ്പോൾ തലനാരിഴ കീറി ന്യായപ്രമാണം പഠിച്ചേക്കുന്ന ആളാണ്. വള്ളിയുടെയും പുള്ളിയുടെയും അർത്ഥം അറിയാവുന്ന ആളാണ്. അപ്പോൾ അറിയാൻ വയ്യായിട്ടാണോ? അപ്പം അറിയത്തില്ലെന്നുള്ള പാപം. നമ്മുടെ പലർക്കും സ്നാനം ശരിയാണെന്നറിയാം, അച്ഛന്മാർക്കും അറിയാം, തിരുമേനിമാർക്കും അറിയാം. പക്ഷെ അവർ സമ്മതിക്കാതിരിക്കുന്നത്, സമ്മതിച്ചാൽ പള്ളി പൂട്ടേണ്ടി വരും, ഭാര്യയുടെ സ്കൂളിലെ ജോലി പോകും. അച്ഛന് പള്ളി ജോലിയുള്ളപ്പം ഭാര്യയ്ക്ക് സ്കൂളിൽ ജോലിയുണ്ട്. അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് സ്കൂളില്ല, കോളേജും ഇല്ലാത്തതുകൊണ്ട് നമുക്കാർക്കും ജോലി. നമ്മൾ ന്യൂസിലൻഡിൽ പോയാലേ രക്ഷപ്പെടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം അവർക്ക് അതിൻ്റെ സംവിധാനങ്ങളുണ്ട്, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം എല്ലാവർക്കും ഇത് സത്യമാണെന്ന് എന്ത് ചെയ്യാം? അറിയാം. പക്ഷെ അംഗീകരിച്ചാൽ ജനമെല്ലാം അവിടെ കൂട്ടമായിട്ട് എന്ത് ചെയ്യും? പോകുമെന്നറിയാം. അതുകൊണ്ട് അവരറിയാതിരിക്കുന്ന പോലെ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ പോയി പിന്നെയും ജനിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ നടക്കുന്ന കാര്യമാണ്? ഉടനെ യേശു പറഞ്ഞു, എടാ മോനെ നിക്കോദീമോസേ, എടാ ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്. എല്ലാവരും പറഞ്ഞില്ല എല്ലാവരും? ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഓതുന്നു. അത് എവിടുന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. പക്ഷെ അയച്ചോൻ്റെ കാര്യം സാധിച്ചാൽ അത് പോകുന്ന ഒരല്ലേ പറഞ്ഞ്. ലോകത്ത് ചിലപ്പോൾ 1000 പേര് കാണും, പക്ഷെ ഒരാളിലൂടെ കാറ്റടിക്കുന്ന ആളെന്ത് ചെയ്യും? വിടുതൽ പ്രാപിക്കും. നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ പ്രാർത്ഥിച്ച് പോരുമ്പോൾ പറയത്തില്ലയോ, ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചു പോയപ്പോൾ എന്തോ ഒരു കാറ്റടിക്കുന്ന പോലെ എനിക്ക് തോന്നി, പറയത്തില്ലേ? അതാ ദൈവാത്മാവ് ഇടപെടുന്നതിൻ്റെ വിടുതലിൻ്റെ കാര്യങ്ങളാണ്. അപ്പം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കത്തുമില്ല. നീ വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യം കാണാം, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ ദൈവരാജ്യത്തിൽ കടക്കാം. അവനാണ് ഒടുവിൽ കർത്താവിന് ഏറ്റവും പ്രയോജനപ്പെട്ടത്. ഒരാളെ കാണുമ്പോഴേ അവൻ ആരാന്ന് ആരംഭത്തിങ്കിൽ അവസാനം അറിയാവുന്ന ആളാണ് ആര്? കർത്താവ്. നഥനയേലിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവന് യാതൊരു കപടവും. പിന്നെ അവൻ ചോദിച്ചു, എന്നെ എവിടെ വെച്ച് അറിയാം? നമ്മൾ ഇവന് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെ എവിടെ വെച്ച്? നീ അങ്ങ് അത്തിയുടെ ചോട്ടിരിക്കുമ്പോൾ എനിക്കറിയാമെന്ന് പറഞ്ഞു. നീ അങ്ങ് അത്തിയുടെ ചോട്ടിൽ, അത് യഹൂദൻ്റെ വലിയൊരു സിസ്റ്റമാണ് അത്തിയുടെ ചോട്ടിൽ ഇരിക്കുക എന്നുള്ളത്. ഈ യഹൂദന് ഒരു കുഞ്ഞുണ്ടായാൽ അവനെ 8ാമത്തെ ദിവസം പരിച്ഛേദന ഏൽക്കേണ്ടതിനായിട്ട് ദൈവസന്നിധി കൊണ്ടുവരും. എത്ര ദിവസം? 8ാമത്തെ ദിവസം കൊണ്ടുവന്ന കൊച്ചനെ 40 ദിവസം ആകുമ്പോൾ ഈ പ്രസവിച്ച അമ്മയുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യണം? ആലയത്തിൽ കൊണ്ടുവരണം. അങ്ങനെയാണ് യേശുവിനെയും കൊണ്ട് യോസഫും മറിയയും 2 കുറുമ്പ്രാവുമായി വന്നപ്പോൾ ശിമിയോൻ കയ്യിലെടുത്ത് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത് 40ാമത്തെ ദിവസം വരുമ്പോഴാണ്. 40 ദിവസമുള്ള കുഞ്ഞിനെയാണ് ശീമോൻ കയറി, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ അയക്കണേ എന്നൊക്കെ പറഞ്ഞു. ഈ 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞ് യഥാർത്ഥമായി വരുന്നത് ടീനേജ് പ്രായം കഴിയുന്നതോട് ചേർന്ന 12ാമത്തെ വയസ്സിലാണ്. എത്രാമത്തെ വയസ്സിലാണ്? നമ്മുടെ ബാല്യകാലം കഴിഞ്ഞ് കൗമാരപ്രായം തീരുന്ന സമയത്തിൻ്റെ പേരാണ് 12ാമത്തെ വയസ്സ്. 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്പറിനൊരു ചെറിയ വലിച്ചിലുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 12 വരെ ഭയങ്കര സ്പീഡല്ലേ? 1 2 3 4 5 അല്ലേ മോനെ? ഒന്ന് എണ്ണിക്ക്. 1 2 3 4 5 സ്പീഡിൽ എണ്ണിക്ക്. 12 കഴിഞ്ഞ് എണ്ണിക്ക്. പിന്നെ നമ്മളിപ്പോൾ ആ മലയുടെ മണ്ടയ്ക്ക് കയറുന്ന പോലെ 13 14 ഒരു വലിവില്ലേ? ഭർഗവ വണ്ടി കയറ്റം കയറുന്ന പോലെ. പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 90 വരെ വലിച്ചില്ല കേട്ടോ. 90 കടന്ന് കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു.
പിന്നെ 2021 ഭയങ്കര സ്പീഡാണ്. മനസ്സിലാകുന്നുണ്ടോ? പിള്ളേർക്കും മധുരപ്പതിനേഴെന്നൊക്കെ പറഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും പരവേശമാണ്. നമ്മക്കെല്ലാം അറിയത്തുള്ള കാര്യം, കാരണം നമ്മൾ ഈ പതിനേഴിൽ കൂടെ ഒക്കെ പോയവരായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്ന പ്രായമാണ് ആ പ്രായം. പ്രൈസ് ദി ലോർഡ്. അപ്പം 12ാമത്തെ വയസ്സിൽ 13 കാല് വെക്കുന്നതിന് മുമ്പേ അപ്പനും അമ്മയും കൂടെ യേശുവിനും കൊണ്ട് എവിടെ വന്നു? ആലയത്തിൽ വന്നു. എല്ലാവരെയും കൊണ്ടുവന്നു വേണം. നല്ല കൊണ്ടുവരാൻ പറ്റിയ പ്രായമാണ്. 40ാമത്തെ വയസ്സ് ദിവസത്തിൽ കൊണ്ടുവന്നില്ല. അവൻ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. 8ാം നാളിൽ വന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ 12ാമത്തെ വയസ്സ് വന്ന അവനെ അപ്പോൾ ഈ 8ാമത്തെ ദിവസം പരിച്ഛേദന ഏറ്റപ്പോൾ ഈ തിരിച്ചു വരുന്ന വഴിക്ക് ഈ അത്തിയുടെയൊക്കെ തൈ വിൽക്കുന്ന കടയിൽ കയറി ഈ കൂടിനകത്തുനിന്ന് ഒരു തൈ മേടിച്ചുകൊണ്ടാണ് അപ്പൻ എന്ത് ചെയ്തേ? വീട്ടിൽ വന്നിട്ട് ഈ കൊച്ചിനെ അമ്മയുടെ കയ്യിലോട് കൊടുത്തു വെച്ച് മുറ്റത്ത് ഈ അത്തി നടും. 10 അത്തി മുറ്റത്തുണ്ടെങ്കിൽ 10 പിള്ളേർ വീട്ടിലുണ്ടെന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. 12 വയസ്സ് കൊച്ചനായപ്പോൾ അത്തിക്ക് എത്ര വയസ്സായി? 12 വയസ്സായി. അപ്പോൾ അത്തി നല്ല പടർന്ന് കായ്ക്കുന്ന പ്രായമായി. അപ്പോൾ ഈ 12ാമത്തെ വയസ്സിൽ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ ഈ മോനെ വിളിച്ചോണ്ട് ഈ അത്തിയുടെ ചോട്ടിൽ പോകണം. മോൻ 8 ദിവസം പ്രായമുള്ളപ്പോൾ ഡാഡി നട്ട അത്തിയാണിത്. ഇപ്പം നീയും വളർന്നു, അത്തിയും വളർന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നിനക്ക് ഒരു പേന വേണം, അല്ലെ ഒരു ലാപ്ടോപ്പ് വേണം. പ്രൈസ് ദി ലോർഡ്. അല്ലെ നിനക്ക് 350 cc ബുള്ളറ്റ് വേണം എന്ന് പറഞ്ഞ ഉടനെ എന്നെ ശല്യപ്പെടുത്താൻ വരല്. ഈ അത്തിയുടെ ചോട്ടിൽ പോയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നല്ല തണുപ്പും കിട്ടും, പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലവുമാണ്. അവിടെ ഇരുന്നുകൊണ്ട് കർത്താവേ എനിക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന് പറയണം. സ്തോത്രം. നിനക്ക് ചില പൈസ പെട്ടെന്ന് കിട്ടുമ്പോൾ നീ ചാടി കയറി iPhone 16 ഒന്നും മേടിച്ച് പിള്ളേർക്ക് കൊടുക്കല്ലേ. 350 cc ബുള്ളറ്റും മേടിച്ച് പിന്നെ ഞങ്ങൾ അനുശോചനം പറയാൻ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് മേടിച്ച് കൊടുക്കലെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഉള്ള കാര്യം പറയാം. അത് വരാതിരിക്കാൻ ചോദിക്കുന്നതെല്ലാം മേടിച്ച് പറഞ്ഞ എല്ലാവരും കൂടെ മിണ്ടുന്നില്ല. ചോദിക്കുന്നതെല്ലാം പിള്ളേർക്ക് മേടിച്ച് പറയെല്ലാവരും കൊടുക്കരുത്. എന്തോ ചെയ്യണം പിള്ളേരെന്തോ ചെയ്യണം? ദൈവത്തോട് പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ പുള്ളിക്കാരൻ അത്തിയുടെ ചോട്ടിൽ പോയി പ്രാർത്ഥിച്ചു വയസ്സ് 30 പ്രാർത്ഥിച്ച ഒരു കാര്യവും നടന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു നാസറേത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ല. പുള്ളി തീരുമാനമെടുത്തു. ആര്? നഥനയേൽ. എന്നേരമാണ് പീലിപ്പോസ് അതുവഴി നടന്നു വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ നിരാശപ്പെട്ട് താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. നസറേത്തിൽ നിന്ന് ഒരു നന്മയും. അവനെ ഞാൻ ചോദിച്ചു, പീലിപ്പോസ് നീ ഇവിടെ ആയിരുന്നു? പോയി ഞാൻ മഷികയെ കണ്ടടാന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു എവിടെ? വാ കാണിക്കാമെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ട് പോവാ. നിരാശപ്പെട്ട് ഇങ്ങനെ അത്തിയുടെ കൂട്ടിയിരുന്ന് 10-18 വർഷം പ്രാർത്ഥിച്ചു. ഒന്നും കിട്ടാഞ്ഞ്, വിസായും കിട്ടുന്നില്ല, PR-ഉം കിട്ടുന്നില്ല, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. OET പാസ്സാകുന്നില്ല, IELTS പാസ്സാകുന്നില്ല, എൻട്രൻസും കിട്ടുന്നില്ല. അങ്ങനെ ഒരു പരിമത്തി ഇരിക്കുമ്പോഴാണ് ആര് വിളിക്കുന്നത്? ഫിലിപ്പോസ് വിളിക്കുന്നത്. ഇവനിപ്പോഴും അപ്പൻ പറഞ്ഞ വാക്ക് വലിയ വിശ്വാസമാണ്. മോനെ അത്തിയുടെ കൂട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, കിട്ടുമോ എന്നുള്ളത്. പക്ഷെ കിട്ടുന്നില്ല. അതൊരു നിഷ്കളങ്കനായ വിശ്വാസിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഇവനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, ദേ വരുന്നു സാക്ഷാൽ ഇസ്രായേലിയൻ. ഇവന് യാതൊരു എന്ന് പറഞ്ഞാൽ അവൻ അന്ന് തൊട്ട് കാത്തിരിക്കുകയാണ്. മറുപടി വരും. പറഞ്ഞേ ഉടമ ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയാം? നീ അവിടെ ഇരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നീ ഓരോ ദിവസം കരയുമ്പോഴും ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഒരല്ലേ പറഞ്ഞേ, നീ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. നിർത്തിയില്ല. നീ ഇതിൽ വലിയത് കാണും. നിന്റെ വലിയപ്പൻ യാക്കോബ് ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും കാണുന്നത് പോലെ നീ ഇനിയും അത് കാണുമെന്ന് പറഞ്ഞ് ഒരു വലിയ വാക്തത്വം അവന് കൊടുക്കുക. അങ്ങനെയാണ് കണ്ടപ്പോഴേ ഇവൻ ആരാന്ന് വിവേചിക്കുന്ന ആളാണ് ആര്? കർത്താവ്. അവിടെയാണ് ആര് വന്നേക്കുന്നത്? നീക്കോദീമോസ്. അങ്ങനെയാണ് നീക്കോദീമോസ് വന്നപ്പോഴേ കർത്താവ് ഇവനാണ് ഈ ക്രൂശ് എന്ന് എൻ്റെ ശവം അടക്കാൻ വേണ്ടിയിട്ട് പീലാത്തോസിൻ്റെ അടുക്ക പോയി അനുവാദം മേടിക്കുന്നത്. ഇനി 3.5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സംഭവമാണ്. നിങ്ങൾ ക്ഷീണിച്ചോ? ഇല്ല. 3.5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യമാണ് ക്രൂശിൽ നിന്ന് ഇറക്കുന്നത്. അപ്പോൾ ഇവനെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവനാണ് ക്രൂശിൽ നിന്ന് എൻ്റെ ബോഡി ഇറക്കുന്നത്.
യോസഫ് 3 ആണി ഊരുമ്പോൾ ബോഡി നിലത്ത് വീണ് അസ്ഥി ഒന്നും ഓടിയാതിരിക്കാൻ തോളത്ത് താങ്ങി ഇറക്കുന്നത് ഇവന് ആണ്. ഇവൻ്റെ പോക്കറ്റിലെ സാലറി കൊണ്ടാണ് എന്നെ കിടത്താനുള്ള നിർമ്മലശീല മേടിക്കുന്നത്. ഇവൻ്റെ പോക്കറ്റിലെ പൈസ കൊണ്ട് 100 റാത്തൽ സുഗന്ധം മേടിച്ച് അകിലും മൂറും ചേരുന്ന സുഗന്ധം മേടിച്ച് എൻ്റെ ബോഡിയെ പൊതിയുന്നത്. എൻ്റെ മുഖം മറങ്ങുന്ന റൂമാൽ ഇവൻ്റെ കാശിനാണ് മേടിക്കുന്നത്. സ്തോത്രം. തലഭാഗം ഇവനും പിടിച്ച് കാൽഭാഗം യോസഫും പിടിച്ച് അരിമത്തിലെ യോസഫിൻ്റെ ആരെയും വെക്കാത്ത കല്ലറ കൊണ്ട് വെക്കുന്നത് ഇവന്മാർ രണ്ടും കൂടെ ആണ്. ഇതെല്ലാം അറിയാം. ആരെ കണ്ടപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു മാന്യത കാണിച്ച് ഒരു ചായ കൊടുക്കണ്ടേ, പാലിൽ ഒരു സുലൈമാനിയലും കൊടുക്കണ്ടേ, പറഞ്ഞു സാമാന്യ മര്യാദ. പക്ഷേ കർത്താവ് പറഞ്ഞിടാ മോനെ ശവം ചുമ്മിയ സ്വർഗത്തിൽ പോത്തില്ല, സുഗന്ധദ്രവ്യം വെച്ച സ്വർഗത്തിൽ, നിർമ്മലശീലയെ പൊറിഞ്ഞ സ്വർഗത്തിൽ, ക്രൂശിയെ നിറക്കിയ സ്വർഗത്തിൽ പാൻ 2 വഴിയേ ഉള്ളൂ. എന്തോ ചെയ്യണം? നീ പുതുതായി ജനിക്കണം. പ്രൈസലോ. മനസ്സിലാകുന്നുണ്ടേ? അപ്പൊ ഏറ്റവും പ്രാധാന്യം ശവം ചുമ്മുന്നതോ ക്രൂശി ചുമക്കുന്നതോ നിർമ്മലശീലം മേടിക്കുന്നതോ പള്ളിക്ക് ഓശാരം കൊടുക്കുന്നതോ പള്ളി പണിത് കൊടുക്കുന്നതോ ഒന്നും അല്ല. ഏറ്റവും വലിയ പ്രധാന വിഷയം എന്താണ്? പുതുതായി ജനിക്കുന്ന. മനസ്സിലാകുന്നുണ്ടോ? അതിനുവേണ്ടി ഞങ്ങൾ പാസ്റ്റർ കൺവെൻഷൻ വെച്ചു. PC ചെറിയാൻ പാസ്റ്റർ നാട്ടിൽ ടിക്കറ്റും എടുത്തു. പൈസ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞ് നിന്റെ ചെലവിൽ കൺവെൻഷൻ വെച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ വന്ന് പ്രസംഗം ചോദിച്ചു നിങ്ങൾ ഇരുന്ന് മേടിച്ചോണ്ട് ഞാൻ പോകും. അല്ലല്ലേ പറഞ്ഞേ? മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നേ? പകരം നീ എന്തെങ്കിലും ചെയ്ത് പോകാമെന്ന് വിചാരിക്കല്ലേ. പ്രൈസലോ. അത് നാട്ടിൽ പിള്ളേർക്ക് ഞാൻ 10 പേർക്ക് പീസ് കൊടുത്തേക്കാം. അതൊക്കെ നീ കാശുകൊണ്ട് ചെയ്തോണം, ചാരിറ്റി ചെയ്തോ, ഒക്കെ നല്ല കാര്യം. പക്ഷേ നിക്കോദീമോസേ, ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ അപ്പം സഭയ്ക്കകത്ത് വരേണ്ടത് ആരാ? മുങ്ങിപ്പൊങ്ങിയന്മാരെല്ലാം കൂടെ കൂടുന്നതല്ല സഭ. പുതുതായി ജനിച്ചവർ കൂടുന്നതാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ മുങ്ങിപ്പൊങ്ങുന്നതിന് പല കാരണമാണ്. ഇപ്പോൾ ഒരു കൊച്ചു കോളേജിൽ പോയി പഠിച്ചു, അവൾ ബന്ധിക്കോസുകാരി, ചെറുക്കന് സമുദായക്കാരൻ, അല്ല ചെറുക്കൻ ജാതിയൻ. അവനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞു, ഇവിടെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു, അവൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഇവൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നെ ഒരു ഹാർട്ടിൻ്റെ പടം അയച്ചു. പിന്നെ അവിടെ ഇങ്ങനെ സ്പന്ദിക്കുന്ന പടം അയച്ചു. ചുരുക്കി പറഞ്ഞാൽ ചെറുക്കന് പെണ്ണെ ഇഷ്ടമായി, പെണ്ണ് ചെറുക്കനെ ഇഷ്ടമായി. വീട്ടിൽ വന്നവൻ പറഞ്ഞു മുങ്ങാനും അവൾക്ക് മടിയില്ലെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? കല്യാണം നടക്കാൻ വേണ്ടി, സ്നാനപ്പെടാനും. അങ്ങനെ കല്യാണം നടത്താൻ വേണ്ടിയുള്ളതല്ലിത്. മിണ്ടുന്നില്ല. ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ അമ്മ വന്ന് പറഞ്ഞു, പാസ്റ്റേ നമ്മുടെ ഷൈനിമോളെ സ്നാനപ്പെടുത്തണം, അവളെ +2 പാസ്സായി, ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോവാം, അതുകൊണ്ട് അവളെ സ്നാനപ്പെടുത്തി ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടിയല്ല സ്നാനപ്പെടുന്നത്, അതിന് കല്ലട ബസ് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയാൽ മതി. ഹലോ. സ്നാനപ്പെടുന്ന എന്തിനു വേണ്ടിയല്ല പറഞ്ഞവനെ? മനസ്സിലാവും. അപ്പച്ചൻ പറഞ്ഞ വല്ലതും പിടികിട്ടുന്നുണ്ടോ? സ്നാനപ്പെടുന്നത് സ്വർഗത്തിൽ പാന അല്ലല്ലേ പറയണം. പ്രൈസലോ. ഇപ്പൊ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടോ ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യേണ്ട പരിപാടിയല്ല സ്നാനം. അത്രയും മനസ്സിലായല്ലോ അല്ലേ? നിങ്ങൾ 2 വാക്യം വായിച്ചേ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-18 വാക്യം. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. 2 വാക്യം വേഗം വായിച്ച്. എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം വചനത്താൽ ജനിക്കണം. എങ്ങനെയാ വചനത്താൽ ജനിക്കുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരും. അപ്പം വചനം കേൾക്കുമ്പോൾ ആ കേൾവി വിശ്വാസത്തിലേക്കും ആ വിശ്വാസ സ്നാനത്തിലേക്കും നമ്മളെ കൊണ്ട് നടത്തുന്നു. വചനം കേട്ട് വേണം രക്ഷിക്കപ്പെടാൻ. വചനം എന്തുവാ? ആദിയിൽ വചനമുണ്ടായിരുന്നു.
വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ ജഡമെടുത്തു നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി. അവിടെ പറഞ്ഞേ, അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സത്യവചനത്താൽ നീ എന്ത് ചെയ്യണം? ജനിക്കണം. ഒന്ന് വായിച്ചേ, നമ്മുടെ ആ പത്രോസിന്റെ 1-ാം ലേഖനം 1-23 വാക്യം. ഓക്കെ, എത്ര ഗൗരവമുള്ള വാക്യാണ്. കെടുന്ന ബീജത്താലല്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കെട്ടുപോകും. നമ്മൾ ജനിച്ച ഒരു ബീജമാണ് അല്ലേ? ആ ബീജത്തിന് പുസ്തകം ഇട്ടേക്കുന്ന പേര് കെടുന്ന ബീജം. എല്ലാവരും പറഞ്ഞേ, അത് 83-ലാകാം, 63-ലാകാം, 103-ലാകാം. എന്തായാലും ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഈ ബീജം എന്ത് ചെയ്യും? കെട്ടുപോകും. കെടുന്ന ബീജം. അപ്പൊ ഇവിടെ ജനിച്ച മുഴുവൻ മനുഷ്യരും ജനിച്ചേക്കുന്ന ഏത് ബീജത്താലാണ്? കെടുന്ന ബീജത്താൽ. എന്നാൽ വീണ്ടും തന്നെ വായിക്കാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത്. ആ വാക്യമൊക്കെ അണ്ടർലൈൻ ചെയ്യണം. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ഒരല്ലേലൂയ പറയണം. നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വചനത്താൽ ജനിക്കണമെങ്കിൽ വചനം കേൾക്കണം. പ്രസംഗനില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ എഴുതിയേക്കുന്നേ 10-ാം അധ്യായം. പ്രസംഗനില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നത്. അപ്പം ദൈവവചനം കേൾക്കണം. കേട്ട വചനമകത്ത് ക്രിയ ചെയ്യണം. ക്രിയ ചെയ്ത ആ വചനത്താൽ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് 2 ജനനമുണ്ട്. ഒന്ന് ഏതോ ഒരപ്പന്റെയും ഒരമ്മയുടെ ഇഷ്ടത്താൽ ജനിച്ച നമ്മുടെ ജനനം. 2 വചനത്താൽ ജനിച്ച രണ്ടാമത്തെ ജനനം. ഒന്ന് ജനിച്ചവനല്ല ഇവിടെ 2 പ്രാവശ്യം ചാകണം. ഒന്ന് ശാരീരിക മരണവും പിന്നെ നിത്യമരണവും. പക്ഷെ 2 ജനിച്ചത് ഒന്ന് മരിച്ചാൽ മതി. രണ്ടാമത്തെ മരണത്തിന് അവന്റെ മേൽ അവകാശമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനുമാണ്. കള്ളൻ വന്നത് അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനുമാണ്. അങ്ങനെയാണ് ഇവിടെ ആരുണ്ട്? അറക്കുന്ന, മുടിക്കുന്ന, മോഷ്ടിക്കുന്ന ഒരു കള്ളനുണ്ട്. ജീവൻ തരുന്ന, നിത്യജീവൻ തരുന്ന ഒരു യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ യേശുവിനോട് ചേരണം. ഏദനിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ആരെ പോലെ ആയിരുന്നു? ദൈവത്തെ പോലെ. പറഞ്ഞെല്ലാവരും ദൈവത്തെ പോലെ. ഞാൻ മുമ്പേ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എവിടെ വെച്ചോ? വീട്ടിൽ വെച്ചാന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് പറഞ്ഞു, എൻ്റെ പടം വരയ്ക്കണം. എൻ്റെ പടം എന്നെ കണ്ടിട്ടില്ല. പടം വരയ്ക്കണമെങ്കിൽ എൻ്റെ മക്കളോ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വരയ്ക്കാതെ എന്ത് ചെയ്യണം? കൊടുക്കുന്ന ആ ഫോട്ടോ വെച്ചാണ് എൻ്റെ പടം എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ സൃഷ്ടിക്കണം. സൃഷ്ടിക്കാൻ പിതാവായ ദൈവം തന്നിൽ തന്നെ ഉണ്ടായിരുന്ന പുത്രനെ എടുത്ത് അങ്ങോട്ട് കസാറിലോട്ട് വെച്ചു. എക്സാമ്പിളാണ്. വെച്ചിട്ട് പുത്രനെ നോക്കി ആദമിനെ മെനഞ്ഞു. ആരെ നോക്കി? പുത്രനെ നോക്കി ആദാമിനെ. നമ്മുടെ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ. ഒരല്ലേ പറഞ്ഞേ? എന്നിട്ട് ദൈവത്തെക്കാൾ ഒരു അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദ്യം സൃഷ്ടിച്ച മനുഷ്യന്റെ സൗന്ദര്യം പൊട്ടിയിടുന്നതല്ലായിരുന്നു, ലിപ്റ്റിക് തേക്കുന്നതല്ലായിരുന്നു, പുരികം പഠിക്കുന്നതല്ലായിരുന്നു, നിങ്ങൾ മിണ്ടുന്നില്ലായിരുന്നു. ഹലോ, ആദ്യത്തെ മനുഷ്യന്റെ സൗന്ദര്യം ദൈവ തേജസ്സായിരുന്നു. തേജസ്സിന് മുമ്പിൽ ആന വന്നു, കടുവ വന്നു, സിംഹം വന്നു, എല്ലാം വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പേരൊന്നിടാമോ? നിനക്ക് ആന പൊക്കോട്ടെ. അതായിരുന്നു സ്ഥാനം. ഹലോ,
എല്ലാം അവൻ്റെ മുമ്പിൽ വന്ന് പഞ്ചപുഞ്ചം അടക്കി എന്ന് അവനിട്ട് എല്ലാത്തിനും എന്തായി? അതായിരുന്നു ആദാമിന്റെ അധികാരം. ഒരല്ലേ പറഞ്ഞു, അത് അവന്റെ പേഴ്സണാലിറ്റി, അവന്റെ മേലുള്ള തേജസ്സാ. അവൻ പാപം ചെയ്തപ്പോൾ തമ്പുരാൻ ആ തേജസ് ഞുരിഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അവനിലെ യേശു മാറിപ്പോയി. ഒരല്ലേ പറയണം. അതുവരെ അവനിൽ ആരുണ്ട്? യേശുവുണ്ട്. യേശു ആരാ? തേജസ്സിന്റെ പ്രഭ. അപ്പൊ തേജസ്സിന്റെ പ്രഭയാകുന്ന യേശുവിനെ കൊണ്ട് പിന്നെ ചുറ്റിയേക്കുമായിരുന്നു. അന്നേരം വേറെ വസ്ത്രം വേണ്ട, വേറെ വസ്ത്രം വേണ്ട. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അത് മാറിയപ്പോൾ ഇവൻ നഗ്നനായി. എപ്പോഴാണ് മനുഷ്യൻ നഗ്നനായത്? അവനിലെ തേജസ് മാറിപ്പോയപ്പോൾ. തിരിച്ച് ആ തേജസ് നമുക്ക് കിട്ടണം. എന്തോ ചെയ്യണം? അനേകം പുത്രന്മാരെ തിരിച്ച് തേജസ്സിലേക്ക് നടത്തേണ്ടതിന്, ബാക്കി നിങ്ങൾ പറ, നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു. എന്തിന്? പാപത്താൽ തേജസ് പോയവനെ തിരിച്ച് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന്. ഒരല്ലേ പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രൂശിക്കപ്പെട്ട എന്തിനാ? ഏതിന് നഷ്ടപ്പെട്ട തേജസ് തിരിച്ചു തരാൻ. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ആ തേജസ്സാകുന്ന വസ്ത്രം നടുക കീറി, അടഞ്ഞുപോയ സ്വർഗീയ പർദീസ വഴി തുറന്നു. തന്റെ ദേഹമെന്ന തിരശ്ശീല രണ്ടായി കീറി നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു. പ്രൈസ് ദി ലോർഡ്. പാപത്താൽ കോപിഷ്ഠനായി അകന്നുപോയ ദൈവത്തെയും പാപത്താൽ തള്ളപ്പെട്ട മനുഷ്യനെയും പുറംതിരിഞ്ഞു നിൽക്കുന്ന ദൈവം, അടുക്കാൻ കഴിയാത്ത മനുഷ്യൻ, യോജിപ്പിക്കാൻ പുത്രൻ ഒരു കൈ പിതാവിൻ്റെ തോളത്തും ഒരു കൈ മനുഷ്യന്റെ തോളത്തും വെച്ച് വേർപാടിനെ നടിച്ചു ഇടിച്ചു കളഞ്ഞു. ഒരല്ലേ പറഞ്ഞേ. പുത്രനും പിതാവായ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന വേർപാടിന്റെ നടിച്ചുവരെ ഇരുപക്ഷത്തെയും ഒരല്ലേ പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കാൽവറി മരണത്താൽ ലഭിച്ച ഭാഗ്യം പാപത്താൽ അകന്നുപോയ മനുഷ്യനെ ക്രിസ്തുവിനാൽ ഒന്നിപ്പിച്ചു. അതിനെ പൗലോസ് എഴുതി യേശുവിന് പേരിട്ടു ക്രൂശിന്റെ വചനം. എന്താണ്? യേശു മരിക്കുന്നത് വരെ വചനമെന്നേ ഉള്ള പേര്. യേശു മരിച്ചപ്പോൾ വചനത്തിന്റെ പേരെന്തായി? ക്രൂശിന്റെ വചനം. ഇപ്പുറത്ത് കിടക്കുന്നവൻ അടുക്ക കിടന്നിട്ടും ദൂഷിച്ചു പറഞ്ഞ് നരകത്തിലോട്ട് പോയി. അടുത്ത് കിടക്കുന്നവൻ ഏറ്റു പറഞ്ഞ് സ്വർഗത്തിലോട്ട് പോയി. നടുക്ക് കിടക്കുന്ന ക്രൂശിന്റെ വചനം ഇപ്പുറത്ത് കിടന്ന് നശിച്ചു, ഇവൻ ബലം പ്രാപിച്ചു. അവരെ നോക്കിയിട്ട് പൗലോസ് പറഞ്ഞു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് പോഷത്വമാണ്, പക്ഷെ രക്ഷിക്കപ്പെട്ട ഞങ്ങൾക്ക് നല്ല അല്ലേ പറ ശക്തിയാണ്. ഞാൻ ലളിതമായി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പോ കള്ളൻ സ്നാനപ്പെട്ടില്ല, പക്ഷെ പറുദീസയിൽ പോയി. യേശു സ്നാനപ്പെട്ടതല്ല നമ്മുടെ വിഷയം, കള്ളൻ സ്നാനപ്പെട്ടതെന്നുള്ളതാണ്. ഹലോ. അപ്പൊ നമ്മളിപ്പോഴും നോക്കുന്ന ആരെയാണ്? കള്ളനെയും കള്ളിയാണ്. യേശു സ്നാനപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പറഞ്ഞേ, ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയി. നാളെ യേശു സ്നാനപ്പെട്ടില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ യേശു സ്നാനപ്പെട്ടു. ഇനി യേശു സ്നാനപ്പെടുത്തിയോ? ഇല്ല. 3:22 യോഹന്നാൻ. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചോണ്ടിരുന്നു. ഒരല്ലേ പറഞ്ഞേ. യേശു സ്നാനപ്പെട്ടു, യേശു സ്നാനപ്പെടുത്തി. പക്ഷെ ആ വാക്യം കാണാതെ എല്ലാവരും 4:1 വായിക്കുന്നത്. 3:22 കഴിഞ്ഞല്ലയോ 4:1.
ഞാൻ റാന്നിലൊക്കെ 3 കഴിഞ്ഞാ 4, ഇവിടെയോ അല്ല 4 ഒന്ന് വായിച്ചേ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ടുവെന്ന് അറിഞ്ഞു. ശ്രദ്ധിച്ചേ, യേശു അവരെക്കാൾ അധികം ആളുകളെ ചേർത്ത് സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നെന്ന് പരീശന്മാർ കേട്ടെന്ന് യേശു അറിഞ്ഞു. പിന്നെ അവൻ ആരെ സ്നാനപ്പെടുത്തിയില്ല. മനസ്സിലാകുന്നുണ്ടോ? നല്ല മലയാളത്തിലല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ യേശു സ്നാനപ്പെട്ടു, യേശു സ്നാനപ്പെടുത്തി. യേശു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ പ്രധാന വിഷയം, ഒരപ്പൻ മരിക്കാൻ കിടക്കുമ്പോൾ പറയുന്ന വാക്കിന് ഭയങ്കര വിലയാ അല്ലേ? എടാ മോനെ അവളെ കെട്ടിച്ചപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തില്ല, അന്നത്തെ നമ്മുടെ സാഹചര്യമായിരുന്നു. പക്ഷെ പിന്നെ നമ്മളെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. നിനക്കിതെല്ലാം കിട്ടാൻ പോവാ, പക്ഷേ നീ അവൾക്ക് എന്തെങ്കിലും ചെയ്തേക്കണം, കൊടുക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇവന് പെങ്ങളോട് വലിയ സ്നേഹമില്ലെങ്കിലും നാത്തുമ്പോറുണ്ടെങ്കിലും അപ്പം പറഞ്ഞ ആ വാക്കെന്ത് ചെയ്യും? ആരോട് പറയാനാ? മനസ്സിലായില്ലേ? നാത്തൂരും തമ്മിൽ ഭയങ്കര ഉടക്കൊക്കെയാ, എങ്കിലും ചാകാൻ നേരത്ത് അപ്പം പറഞ്ഞ വാക്കിന് ഭയങ്കര വിലയാ അല്ലേ? ആണോ? അതാ ഇപ്പൊ ലാസ്റ്റ് ഇവിടുന്ന് പോകുമ്പോ ലാസ്റ്റ് പറഞ്ഞിട്ട് പോകുന്ന വാക്ക്, ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഉപദേശം ആർക്കാ? സ്നാനപ്പെടാത്തവർക്കല്ല. സ്നാനം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ തന്ന കൽപ്പനയൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകലരെയും എൻ്റെ ശിഷ്യരാക്കണം. ഇപ്പൊ ഉപദേശം കഴിഞ്ഞല്ല സ്നാനം, സ്നാനം കഴിഞ്ഞാണ്. ഇപ്പൊ നാളെ ഇനി നിങ്ങളൊരു ക്ലാസ് എടുക്കാൻ പരുവത്തിലായി. ഞാൻ അതായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 ദിവസമൊക്കെ ഞങ്ങൾ പോവാം. പക്ഷെ ഒരാൾ സ്നാനം എന്നാന്ന് ചോദിച്ചാൽ സ്നാനം എന്നാന്ന് എന്ത് ചെയ്യണം? പറയണം. രക്ഷ എന്നാന്ന് എന്ത് ചെയ്യണം? വീണ്ടും ജന്മം എന്നാന്ന് എന്ത് ചെയ്യണം? പറയണം. അത് ഞങ്ങളുടെ പാസ്റ്ററെ വിളിച്ചോണ്ടിരിക്കാന്ന് പറയല്ല, നിങ്ങൾ പറയണം. എല്ലാവരും നമ്മൾ സ്നാനപ്പെട്ടവരെല്ലാം ഞാൻ സ്നാനപ്പെട്ട ഇന്നതാന്ന് ഇന്നാരോട് പറയാൻ എന്ത് ചെയ്യണം? പ്രാഗൽഭ്യം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് ബൈബിൾ കോളേജിൽ പഠിക്കണോ? വേണ്ട. ശമരിയക്കാരി സ്ത്രീ ശമരിയ പട്ടണം മൊത്തം കൂടെ യേശുവിനെ കൊണ്ടുവന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടാണോ? ആണോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറും. അപ്പൊ യേശു ഏറ്റവും ഈ പറഞ്ഞ കാര്യം, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചു കൊണ്ട് സകല ജാതികളെയും എൻ്റെ യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരണമെങ്കിൽ അവ സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ പത്രോസിന്റെ ലേഖനം തന്നെ 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. 1 Peter chapter 3 verse 20. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടെ രക്ഷപ്പെട്ടു. അപ്പൊ സ്നാനം പെന്തിക്കോസുകാരുണ്ടാക്കിയതാണോ? ആണോ? അല്ല. നോഹയുടെ കാലത്ത് നടന്നത് എന്തുവാ? സ്നാനം. 1 കൊരിന്ത്യർ 10:1 വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് സ്നാനമേറ്റു. കണ്ടോ? സ്നാനം നമ്മൾ ഉണ്ടാക്കിയതാണോ? ആണോ? അല്ല. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ചെങ്കടലിൽ കൂടെ കടന്നു സ്നാനപ്പെട്ടെന്ന്. നോഹയുടെ കാലത്ത് 8 പേര് വെള്ളത്തിൽ കൂടെ രക്ഷപ്പെട്ടു. അത് സ്നാനത്തിനൊരു മുൻകുറി. ചെങ്കടലിൽ കൂടെ കയറി, അത് സ്നാനത്തിനൊരു മുൻകുറി. മരുഭൂമിയിൽ ജനിച്ച പിള്ളേർ സ്നാനപ്പെട്ടില്ല, അതിനവരെ യോർദാനിൽ കൂടെ കൊണ്ടുപോയി. ഹലോ. അപ്പൊ സ്നാനം പഴയ നിയമത്തിൽ നിഴലായിട്ട് നിൽപ്പുണ്ട്, പുതിയ നിയമത്തിൽ പൊരുളായിട്ട് വെളിപ്പെട്ടു. പക്ഷെ യോഹന്നാൻ കഴിപ്പിച്ച സ്നാനം മാനസാന്തര സ്നാനമാണ്. യേശു പറഞ്ഞ സ്നാനം മാനസാന്തര സ്നാനമല്ല, രക്ഷിക്കപ്പെട്ടവർക്കുള്ള സ്നാനമാണ്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും. ഇനി ഇവിടെ യേശുനാമക്കാർ വന്ന് നിങ്ങളെ മുക്കാൻ പോവാണെങ്കിൽ നിങ്ങൾ അത് മുങ്ങരുത്. ഏത് നാമത്തിലെ മുങ്ങാവൂ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ സ്നാനപ്പെടാവൂ. സ്നാനം നിമഞ്ജനം ചെയ്യുക,
കുളിക്കുക എന്നൊക്കെയാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. തളിക്കുക എന്നൊരർത്ഥം അതിനകത്ത് ഇല്ല. അത് 4 നൂറ്റാണ്ട് കഴിഞ്ഞുണ്ടായ സംഭവമാണ്. സഭ ഉണ്ടായിക്കഴിഞ്ഞ് 4 നൂറ്റാണ്ട് കഴിഞ്ഞ് പിള്ളേർ മരിച്ചാൽ, സ്നാനപ്പെടാതെ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ എന്ന ചിന്ത വന്നപ്പോൾ പിള്ളേരെ തളിക്കാൻ തീരുമാനിച്ചു. ഇത് പിള്ളേരെ ഏക്കേണ്ട കാര്യമല്ല. പിള്ളേരുടെ കാര്യം ദൈവത്തോട് ചോദിച്ചു. പിള്ളേരുടെ കാര്യം എങ്ങനെയാണ്? ഉടനെ കർത്താവ് പറയുന്നു, നിങ്ങളും തിരിഞ്ഞ് ശിശുക്കളെ പോലായാലേ സ്വർഗരാജ്യത്തിൽ. അങ്ങനെയാണ് പിള്ളേർ സ്വർഗരാജ്യത്തിൽ പോകുമെന്നല്ലേ പറഞ്ഞേ? അല്ല, പറ. പല അപ്പന്മാരും അമ്മമാരും അവിടെ കാണത്തില്ല, പിള്ളേരവിടെ കാണും. ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? പല അപ്പന്മാരും അമ്മമാരും അവിടെ കാണാൻ, പക്ഷേ പിള്ളേരവിടെ. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ പറയാകണ്ട. പിള്ളേരെ എൻ്റെ ഇടയ്ക്ക് വരാൻ വിട്. നിങ്ങൾ അവരെ തടയണ്ട. സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഇനി നീ പോകണമെങ്കിൽ നീ അവരെ പോലെ ആകണം. എന്തോ അവരെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ, പിള്ളേരെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? കൊച്ചിപ്പ് ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി, യോഗം ഡിസ്റ്റർബൻസായി. അവിടെ അമ്മ ആര് പറയുന്നത് നല്ലൊരു കിഴുക്കം ചെയ്തു കൊടുത്തു. അവൻ ഏങ്ങലടിച്ച് കറഞ്ഞ് മടിയിരുന്നു. അമ്മയോട് രണ്ട് ദേഷ്യപ്പെട്ട് ഇനി ഞാൻ കൂട്ടുവെട്ടി എന്നൊക്കെ പറയും. 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ പിന്നെയും വന്ന് ചെയ്യും. 2 കവളിൽ ഓരോ ഉമ്മ തരും. അവൻ എന്തില്ല. നമ്മളാണ് പിന്നെ 9 വർഷം മിണ്ടുമോ? നമ്മളടുത്ത സഭയിൽ പോവും. അങ്ങനെ ഈ സഭയെല്ലാം ഉണ്ടായേ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടേ? പിള്ളേർ 5 മിനിറ്റ് കഴിയുമ്പോൾ ഓടി വന്ന് പിന്നെ മമ്മീൻ്റെ മടി കയറി 2 കവളിൽ ഉമ്മയും തന്ന്. അങ്ങനല്ലേ? നമ്മൾ അങ്ങനെ ആകണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ആ പഴയ വൈരാഗ്യമൊക്കെ വിടാൻ ഒത്തിട്ടുണ്ടോ? ആ വിദ്വേഷവും പിണക്കൊക്കെ വിടാൻ ഒത്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അത് മാത്രം പാസ്റ്റർ എന്നോട് എന്ത് ചെയ്യരുത് പറയില്ല. ഞാൻ ചത്താലും എന്ത് ചെയ്യത്തില്ല. കൃപയ്ക്കൊരു കുറവില്ല. അന്യഭാഷയൊക്കെ കടുക് പൊട്ടുന്ന പോലെ പറയുന്നത്. പക്ഷെ അത് മാത്രം എന്നോട് പറയരുത്. നീ സ്വർഗരാജ്യത്തിന് കണി കാണത്തില്ല. ഇത് പറയാനാണ് പുള്ളിയെ ടിക്കറ്റ് എടുത്ത് വരുത്തിയെന്ന. പ്രൈസ് ദി ലോർഡ്. അവിടെ കാലി സ്ഥലം കിടന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല. അപ്പം നമ്മൾ ആരെ പോലെ ആകണം പറഞ്ഞേ? പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, അസൂയ, മിടുക്കുകണ്ണ്, ജാരശങ്ക എല്ലാം മാറ്റി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരണം. അതല്ലേ പറഞ്ഞേ? ഇപ്പം നമുക്കൊരു നല്ല ഹൃദയം ഉണ്ടായിരിക്കണം. ഏത് ഹൃദയം? ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പൊറുക്കുന്ന, എല്ലാം ഛേദമെന്ന് എണ്ണുന്ന. പ്രൈസ് ദി ലോർഡ്. ഇനി മലയെ താഴെ മാറ്റാനുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ, ഇപ്പൊ സഭയ്ക്ക് ഉണ്ടാകേണ്ടത് എന്തുവാണ്? സ്നേഹമാണ്. ഇവിടെ വരുന്ന ഒരാള് ഇറങ്ങിപ്പോകും പറയണം 10-25 പേരെ ഉള്ള തന്നെ ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ സ്നേഹം മറ്റുള്ളവര് അറിയണം. 2 ഭയങ്കര വിശ്വാസമാണ്. അവർ വിശ്വാസം ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ വിടുതൽ നടന്നിരിക്കും. ഇത് രണ്ടും വരുന്നവർക്ക് എന്ത് ചെയ്യണം? ബോധ്യപ്പെടണം. വന്നാൽ നമ്മുടെ കൈയും കൊടുക്കത്തില്ല, മിണ്ടത്തുമില്ല, മോന്തയും വെറുപ്പിച്ച ആ പുള്ളി നമ്മുടെ വായ്പ ചോദിക്കാൻ വന്ന പോലെ നമ്മുടെ മുഖം. ഈ ആദ്യമായിട്ട് വന്ന പുള്ളി നമ്മളോട് ഏതാണ്ട് വായ്പ ചോദിക്കാൻ വന്ന പോലെ നമ്മുടെ ഭാവം. അല്ലല്ലേ പറഞ്ഞേ? ആദിമ സഭയ്ക്ക് എന്തോ ഉണ്ടായിരുന്നു? സ്നേഹമുണ്ട്. പക്ഷേ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോഴത്തേന് കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. ആദ്യ സ്നേഹം ഇപ്പം ഇല്ലെന്നൊരു ബാക്കി മൊത്തം ഗുണം എഴുതി 99 ഗുണം എഴുതിയിട്ട് പറയാണ് ഒരു കുറവുണ്ട്. നമുക്കല്ലേ ഇപ്പം പറ്റിപ്പോ ഒരു കുറവ് എന്തുവാ പറഞ്ഞേ? നമുക്ക് ഒരു സ്നേഹമുള്ള ദൈവമക്കളായി ജീവിക്കാൻ എത്ര പേര് കൊതിയുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം സ്നേഹത്തിൽ നിന്നുള്ളതാകുന്നതായിരിക്കും. ഹല്ലേലൂയ. നല്ല ഹൃദയമുള്ളവരായി മാറട്ടെ. ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ യേശു മാതൃക കാണിച്ചു, യേശു ചെയ്തു കാണിച്ചു, യേശു പോകുമ്പോൾ അവസാനമായിട്ട് പറഞ്ഞു. യോഹന്നാനോട് ആൾക്കാർ വന്നു ചോദിച്ചു, നിന്നോട് ആരാ സ്നാനപ്പെടുത്താൻ പറഞ്ഞത്? ഇതാ യേശു എന്നാരാ പറഞ്ഞു? പിന്നെ യോഹന്നാൻ പറഞ്ഞു, എന്നോട് വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ പറഞ്ഞവൻ എന്നോട്. നീ ഇങ്ങനെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമ്പോൾ അവനാണ് യേശു എന്ന് പറഞ്ഞു. അപ്പം യോഹന്നാനെ സ്നാനം കഴിപ്പിക്കാൻ വിട്ടതാരാ? ദൈവമാ. യോഹന്നാൻ മരുഭൂമി വളർന്ന ആളാ. മരുഭൂമി വളർന്ന ആളിന് ഈ പുള്ളി ആരാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അവൻ ചോദിച്ചു, യേശു ആരാന്ന് ഞാനെങ്ങനെ അറിയുന്നേ?
ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവനാണ്. ഞാനെങ്ങനെയാണ്? ഒരടയാളം പറ. ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് പി സി ചെറിയാൻ പാസ് ഇറങ്ങുവാണ്, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത ഒരാളിനെ ഞാൻ വിളിക്കാനായിട്ട് വിട്ടേക്കുന്നത്, അല്ലെ ഊബർ പറഞ്ഞ് വിട്ടേക്കുക. അവൻ ഫ്രണ്ട് ബോർഡ് കൊണ്ട് നിൽക്കുകയാണ് പി സി ചെറിയാൻ. അപ്പോൾ പറഞ്ഞു, വിഷമിക്കേണ്ട, മുടി മൊത്തം നരച്ച പുള്ളിയാണ്, ഇച്ചിരി വർണ്ണമുള്ള പുള്ളി. ഹലോ, അടയാളം പറയത്തില്ലേ? അതേപോലെ ജോൺ പറഞ്ഞു, നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ആരുടെ മേൽ ആത്മാവിറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവനാ യേശു എന്ന് പറഞ്ഞു. അപ്പൊ യോഹന്നാനെ സ്നാനം കഴിപ്പിക്കാൻ വിട്ടതാരാ? ദൈവം. അപ്പൊ സ്നാനം ആരുടെ ഉപദേശമാ? മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ഉപദേശമാണ്, യേശുവിന്റെ ഉപദേശമാണ്. യേശു മാതൃക കാണിച്ചു തന്നു, യേശു കൽപ്പിച്ചു, അല്ലേ? റോമാലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, യേശുവിനോട് ചേരുവാൻ, 6-ാം അധ്യായം, യേശുവിനോട് ചേരുവാൻ. ബെന്തിക്കോസിൽ ചേരാനല്ല. എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചു എങ്കിൽ അപ്പോ മരണത്തിന്റെ സാധ്യതയോട് ഏകീഭവിച്ചില്ലെങ്കിലോ? ഇല്ല, അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിളല്ലേ? സ്നാനം എന്താണ്? അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുക. ഇനി അങ്ങനെ ഏകീഭവിച്ചില്ലെങ്കിൽ ബാക്കി നിങ്ങൾ പറ. പുനരുത്ഥാനത്തിന്റെ സാഹചര്യത്തോട്. പുനരുത്ഥാനം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? പൗലോസ് ചാകാൻ നേരത്ത് പറയാണ്, വല്ല വിധേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം വേണം. പൗലോസിന്റെ ഏറ്റവും ഒടുവിലത്തെ ആഗ്രഹം, വല്ല വിധേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം വേണം. അതല്ലേ പറഞ്ഞു? നമ്മളിവിടെ എല്ലാം ഈ കമ്മലും ഊരി, മാലയും ഊരി, മീശയും പഠിച്ച്, മുടിയും വെട്ടി ഒരു പരുവത്തിൽ ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ, അല്ല നോർത്ത് പോയി എടാ, 2 കമ്മലും ഒക്കെ ഇട്ട് കൂട്ടസും പുരട്ടി, ലിപ്റ്റിക്കും പുരട്ടി, പുരിയവും പഠിച്ച്, മുടിയുണ്ടായി ചെയ്ത് ഒരു പരുവത്തിൽ ജീവിച്ചിട്ട് നരകത്തിൽ പോയാലും ഒരു അന്തസ്സില്ലേ? അല്ലെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടാണ് പോയെന്ന് പറയാമല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇച്ചിരി കള്ളും കുടിച്ച്, ഇച്ചിരി ബീറും അടിച്ച്, ഇച്ചിരി സിനിമയും കണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് നരകത്തിൽ പോയാനൊരു അന്തസ്സുണ്ടല്ലോ. ഇത് അടിച്ചു പൊളിക്കാനും ഒത്തില്ല, അവസാനം സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഒരല്ലേ പറഞ്ഞ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പൗലോസ്, ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും വൃഥാവായി പോയി എന്ന് വരാതിരിപ്പാൻ, അല്ലേ പറയണം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലക്ഷ്യം നിത്യതയാ. ഇവിടെ തുള്ളിയതോ പാടിയതോ കൊട്ടിയതോ ഒന്നുമല്ല. ഇതെല്ലാം ചേർന്ന് നിത്യതയെ പോയില്ലെങ്കിൽ നമ്മളെ പോലെ അരിഷ്ടന്മാരാരെങ്കിലും ഉണ്ടോ? ഓ ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ലക്ഷ്യം എന്തുവാ പറഞ്ഞേ? നിത്യതയാണ്, നല്ലൊരു പുനരുത്ഥാനം. എത്ര പേര് കൊതിക്കുന്നുണ്ട്? അത് പ്രാപിക്കണമെങ്കിൽ നീ മരണത്തോടെ ഏകീഭവിക്കണം. യേശുവിനോട് ചേരുവാനായി സ്നാനമേറ്റവരായ നാം അവനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യലേഖനം 3 വായിക്കാൻ സമയമില്ല. യേശുവിനോട് ചേരുവാനായി സ്നാനമേറ്റവരായ നാം അവനെ ധരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ കോട്ട് ധരിച്ചിരിക്കുകയാണ്. ഒട്ടും മനസ്സുണ്ടായിട്ടല്ല, തണുപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ, അല്ലേ? അതിനേക്കാൾ ഉപരി അകത്ത് വേറെ വസ്ത്രം ധരിച്ചേക്കുക. എന്തിനാണെന്നറിയാമോ? എൻ്റെ നഗ്നത ആരും കാണാതിരിപ്പാൻ. ഏതെനിൽ മനുഷ്യനെ വിളിച്ചു, മനുഷ്യ നീ എവിടാ? അവൻ പറഞ്ഞ് നഗ്നനായോട് വിളിച്ചിരിക്കുക. മനുഷ്യൻ എന്തോ സംഭവിച്ചു? നഗ്നനായി. പറഞ്ഞേ, തിരിച്ച് നഗ്നത മാറ്റണം. ആരെ ധരിക്കണം? യേശുവിനെ ധരിക്കണം. എൻ്റെ കൂടാണോ? അപ്പൊ സ്നാനത്തോടു കൂടി ഏതിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുക. നമുക്ക് വല്ലതും മനസ്സിലായോ? സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം പാപത്താൽ ഏതനി വെച്ച് നഷ്ടപ്പെട്ട തേജസ് സ്നാനത്തോടുകൂടി നമുക്ക് തിരിച്ചു കിട്ടുക. യേശുവിനോട് ചേരുവാനായി സ്നാനമേറ്റവരായ നാം എല്ലാവരും അവനെ പറഞ്ഞേ ധരിച്ചു.
അപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയാനെ കാണത്തില്ല. ആരെ കാണാവൂ? യേശുവിനെ കാണണം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? കാരണം എൻ്റെ ആ പഴയ മനുഷ്യൻ മരിച്ചുപോയി. അവനെ കുഴിച്ചിട്ട പരിപാടിയാണ് സ്നാനം. ചെറിയാന്ന് പറഞ്ഞ പഴയ മനുഷ്യനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ തീരുമാനിച്ച പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. മരിച്ചു പോയവനെ സഭക്കാരെല്ലാം അവിടെ കൊണ്ട് കുഴിച്ചിടുന്ന പരിപാടിയാണ് സ്നാനം. അടക്ക ശുശ്രൂഷയാണ്. ഹലോ, എഴുന്നേറ്റ് വരുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് സമസ്വഭാവമുള്ളവന്. പഴയ ഒരു പരിപാടിയും നമ്മുടെ കാണല്. ഒരുവൻ ക്രിസ്തുവിലായാൽ, പറയെല്ലാരും കൂടെ, പഴയതെല്ലാം കണ്ടാലും സകലവും, പിന്നെ പുതിയ പാട്ട്, പുതിയ ആരാധന, എല്ലാം പുതിയതാ. സ്വതന്ത്രം പറഞ്ഞ് ജീവിതം ടോട്ടൽ എന്തായിത്തീരുകയാണ്? പുതുതായിത്തീരുകയാണ്. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒന്നും നമ്മൾ പിന്നെ കാണാൻ പാടില്ല. നിങ്ങൾക്ക് സന്തോഷമാണോ? അപ്പൊ അങ്ങനെയാണ് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പുതിയതായി ജീവിക്കുന്നവരെല്ലാം കൂടെ വലിയ പറഞ്ഞു. ഗൗരവം മനസ്സിലായോ? നമ്മൾ സ്നാനപ്പെട്ട് നോക്കിയാണെന്ന് നമ്മൾ ഇതുവരെ ജീവിതത്തിൽ എന്തോ വന്നിട്ടില്ല. പലർക്കും പഴയത് പലതും എന്തിയിട്ടില്ല. പറ, അതെല്ലാം വിടണം കേട്ടോ. പഴയ പാരമ്പര്യം വിടണം. അബ്രഹാം മെസപ്പൊട്ടേമിയ വെച്ച് തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ കൽദയ പാരമ്പര്യം വിട്ടു, വിഗ്രഹ ആരാധന വിട്ടു. വിഗ്രഹ ആരാധന വിട്ടു. പ്രൈസ് ദി ലോർഡ്. യൂഫ്രട്ടീസ് നദി കടന്നു. അബ്രഹാം സ്നാനപ്പെട്ട ഇക്കരെ കയറി. യൂഫ്രട്ടീസ് നദി കടന്ന് അക്കരെ കയറി. ഇക്കരെ നിൽക്കുന്ന കൽദിയന്മാര് വെള്ളത്തിലിറങ്ങി അക്കരെ കയറുന്ന അബ്രഹാമിനെ വിളിച്ച പേരാണ് എബ്രായൻ. എബ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവശബ്ദം കേട്ട്, ദൈവവിളി കേട്ട് വെള്ളത്തിലിറങ്ങി അക്കരെ കയറി എന്ന അർത്ഥം. ഹലോ, ഇക്കരെ എന്നപ്പോൾ പുള്ളി ആരാണ്? കൽദയൻ. അക്കരെ കയറിയപ്പോൾ ആരായി? എബ്രായൻ. അതാ പെന്തക്കോസ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും അറിയാതെ പ്രാർത്ഥിക്കാൻ നമ്മൾ കിഴക്കോട്ട് തിരിയുമോ? തിരിയുമെങ്കിൽ നിന്റെ അകത്തെ ആ കൽദയ പാരമ്പര്യം പോട്ടില്ല. പ്രാർത്ഥന കഴിയുമ്പോൾ അറിയാതെ വരയ്ക്കുമോ? പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈസ്റ്ററിന് നമ്മൾ പോയില്ലെങ്കിൽ ഇൻട്രി എപ്പോൾ ഉണ്ടാക്കുമോ? വട്ടയപ്പത്തിന് പണ്ടൊക്കെ INRI വെച്ചിട്ട് ഇൻട്രി. വീട് വെക്കാൻ നേരത്ത് നമ്മൾ ആശാരിയെ വിളിച്ചിട്ട് രാഗുവും വാസ്തുവും ഒക്കെ നോക്കുമോ? പറഞ്ഞേ. കല്യാണത്തിന് ഇറങ്ങാൻ നേരത്തെ രാഗു നോക്കുമോ? ഇപ്പം ഈ ദിവസങ്ങളെല്ലാവരും ഓണാശംസ അയച്ചോ? ഇതിന്നെല്ലാം നീ വേർപെട്ടു. നീ യേശുവിനെ ധരിച്ചോട്. ഇതിനെല്ലാം എന്ത് ചെയ്തു? സ്വർഗം വിട്ട് വന്നവനെ ധരിച്ചേക്കുന്നത്. നമ്മൾ സ്വർഗം വിട്ട് വന്നവനെ ധരിച്ചിട്ട് ഇവിടുത്തെ ഒരു കാര്യവും വിട്ടിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? എളുപ്പം നിർത്തുക. നിങ്ങളിപ്പോൾ കാണുന്ന എനിക്ക് 2 മനുഷ്യനുണ്ട്. ഒരു മനുഷ്യൻ ഇപ്പോൾ 66 വയസ്സായി. കണ്ട 75 തോന്നിക്കുമെങ്കിലും 66 വയസ്സായി. അവൻ്റെ പേര് തെള്ളി രാജു എന്നാണ്. ഞങ്ങളുടെ പിക്ചറിലെ വീട്ടുപേര് തെള്ളിയിൽ നിന്നാണ്. എൻ്റെ വീട്ടിലെ പേര് രാജു എന്നാണ്. അപ്പോൾ 66 വയസ്സുള്ള മനുഷ്യൻ്റെ പേരെന്താണ്? തെള്ളിയിൽ രാജു. അവൻ്റെ അകത്ത് 42 വയസ്സുള്ള വേറൊരു മനുഷ്യനുണ്ട്. അവൻ്റെ പേരാണ് PC ചെറിയാൻ. തെള്ളി രാജു എന്ന് പറഞ്ഞ മനുഷ്യൻ ഒന്നും അതിന് രണ്ടാമതിന് അടി കൊടുക്കുമായിരുന്നു. അതവൻ്റെ ആ സ്വഭാവമാണ്. പക്ഷെ 84 ആ മനുഷ്യൻ ചത്തുപോയി. ചത്തോനെ കൊണ്ട് കുഴിച്ചിട്ടു. ഇപ്പം നിങ്ങൾ കാണുന്ന 42 വയസ്സുള്ള. അതുകൊണ്ട് ഞാനിങ്ങനെ സ്പ്രിങ് പോലെ നിൽക്കുന്നത്. എൻ്റെ പുറമേ ഷുഗറൊക്കെ ഉണ്ടെങ്കിലും അതാ മറ്റേ പുള്ളിക്കാണ്. എൻ്റെ അകത്തെ പുള്ളിക്ക് ഷുഗറൊന്നുമില്ല. അവൻ ഇപ്പോഴും 42 കിടന്ന് കളിക്കുക. അല്ല അല്ലല്ലോ പറഞ്ഞ്. പിന്നെ ഞാനിങ്ങനെ യാത്ര ചെയ്യുമല്ലയോ. അപ്പം രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പറയണം നീ. എൻ്റെ പുറമേയുള്ള മനുഷ്യന് 66 ഉണ്ടെങ്കിലും എൻ്റെ അകമയുള്ള മനുഷ്യൻ ഇപ്പോഴും 42 ആയിട്ടുള്ളൂ. ഞാനിങ്ങനെ പുറമേയുള്ള മനുഷ്യനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദണ്ണിപ്പിച്ച് ഇങ്ങനെ അടിമയാക്കി. സ്വതന്ത്രം പറഞ്ഞേ. ഉപവാസം എന്തിനാന്ന് മനസ്സിലായോ? എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ദണ്ണിപ്പിച്ച് ഞാൻ അടിമയാക്കി. എൻ്റെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ അകത്തെ മനുഷ്യൻ ക്രിസ്തു എന്ന
തലയോളം വളരണം. ഹല്ലേലൂയ. ദൈവമക്കളെല്ലാം ആത്മീയത്തിൽ എന്ത് ചെയ്യണം? വളരണം. അതിനെന്തോ ചെയ്യണം? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. ആ വാക്കിൽ തന്നെ മായമുള്ള വചനമുണ്ട്. മായമുള്ള വചനം ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെയും പോയി മായമുള്ളതെല്ലാം കൊണ്ട് വലിച്ചു കയറ്റി ഒരു പരുവത്തിലാകാതെ നീ കഴിക്കുമ്പോൾ എന്തേ കഴിക്കാവുള്ളൂ? മായമില്ലാത്തതേ കഴിക്കാവൂ. വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ നിന്ന് വേർപെട്ടോണം. വേർപെട്ടിട്ട് ശരിയുടെ ഭാഗത്ത് നിന്നോണം. ഒത്തിരി വ്യാജാത്മാക്കളും കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കാന്മാരും ഇറങ്ങിയേക്കുന്ന ഒരു വല്ലാത്ത കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പം എന്തിൻ്റെ എല്ലാം പുറകെ പോയി വെച്ച് അവിടെ എല്ലാം ചെന്നിട്ട് പൗലോസ് പറയുന്നു ഭൂതങ്ങളുടെ മേശയുമുണ്ട്, കർത്താവിൻ്റെ മേശയും ഉണ്ട്. അപ്പം നീ കഴിക്കുന്നതിന് മുമ്പേ കൊടുക്കുന്നത് ഭൂതങ്ങളുടെ മേശയാണോ എന്ന് വിവേചിക്കണം. എല്ലായിടത്തും പോയി വാ വിളിക്കല്ലേ. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. എല്ലാവരെയും കൊണ്ട് തലേ കൈവെപ്പിക്കല്ലേ. ദുരാത്മാവ് വാദിച്ചുകൊണ്ട് വന്ന് കൈവെക്കുന്നത് കെട്ടാ, പിന്നെ നമ്മുടെ പോര് വഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതെല്ലാം നിനക്ക് വിവേചിക്കാനുള്ള കൃപ പ്രാപിച്ചു. ആവശ്യമില്ലാത്തതെല്ലാം വീട്ടിൽ കയറി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യല്ലേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമാണോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? അപ്പം നീ ഇതിൽ നിന്നെല്ലാം വേർപാട് പാലിച്ച് വിശുദ്ധിയോടെ നിന്നാൽ, ഹല്ലേലൂയ. ആദ്യം സംഭവിക്കേണ്ടത് സ്നാനമല്ല, ആദ്യം സംഭവിക്കേണ്ടത് രക്തത്താലുള്ള കഴുകലാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ രക്ഷിക്കപ്പെട്ടവൻ പഴയ മനുഷ്യനെ കൊണ്ട് കുഴിച്ചിടണം. പുതിയ മനുഷ്യൻ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനയെ ആരാധനയെല്ലാം പുതുതായിരിക്കണം. ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുതിയ പാറമേൽ നിന്ന് സ്തുതി പ്രാപിച്ചവനോട് ഞാൻ വന്നിട്ട് പോരാ പോരാ ഒന്നുകൂടെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? പോരാ പോരാ എന്ന മീറ്റർ അളക്കാൻ ഞാൻ ആരാ? സ്റ്റേജിൽ നിന്ന് പിള്ളേർ വന്നില്ലേ പോരാ പോരാ ഒന്നുകൂടെ. അങ്ങനെ ആരിലും സ്തുതിപ്പിക്കേണ്ട കേസല്ല. ഞാൻ രക്ഷപ്പെടേണ്ട വായിൽ എന്നെ തന്നു, സ്തുതി തന്നു. അപ്പം ദൈവം വായി തന്നെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതിക്കുമ്പോൾ കെട്ടെല്ലാം അഴിഞ്ഞുകൊണ്ടിരിക്കും. ഏത് രോഗം വരണം, നീ 10 സ്തോത്രം പറഞ്ഞു, നീ യേശുവിൻ്റെ രക്തം ജയം പറഞ്ഞു, ആ കെട്ടെല്ലാം കഴിയും. ദൈവത്തിന് അഴിക്കാൻ കഴിയാത്ത ഒരു പോരുമില്ല. അപ്പം നീ ദൈവവുമായി ചേർന്ന് നടക്കണം, പറ്റിച്ചേരുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നാനം ഒരു മുഖവരെ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നാളെ രാവിലെ സ്നാനപ്പെടുത്താൻ നേരത്ത് പറയാൻ. എപ്പോഴാണ് സ്നാനം? എപ്പോഴാണ്? 3 മണിക്കാണ്. അതിന് മുമ്പ് യോഗമുണ്ടോ? ഇല്ല ഇല്ല. മോൻ രക്ഷിക്കപ്പെട്ടാണോ? ആ, യേശു അപ്പച്ചനെ രക്ഷകനായി സ്വീകരിച്ചു. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഓക്കെ ഓക്കെ. സ്നാനം ശരിയാണെന്ന് മോൻ അറിയാം? അറിയാം. മമ്മി പറഞ്ഞിട്ടാണോ? അല്ല. പപ്പ പറഞ്ഞിട്ടാണോ? അല്ല. ഗുഡ് ബോയ്. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ സ്നാനം നടക്കട്ടെ. വേറെ ആരാ സ്നാനപ്പെടാനുള്ളത്? വേറെ ആരെങ്കിലും ഉണ്ടോ സ്നാനപ്പെടാൻ? ഇന്ന് രാത്രി തീരുമാനിച്ചത് നാളെ പറഞ്ഞാലും മതി. സ്നാനപ്പെടാൻ നിയോഗം തന്നാൽ അപ്പനും അമ്മയും വിലക്കിയേക്കല്ലേ. 2 വർഷം കൂടെ കഴിയിട്ട് നീ ഞാനൊന്നും ആയിട്ട് തീരുമാനിക്കുന്നത് നിങ്ങളാരുമല്ല. ഹലോ, 2 വർഷം കഴിഞ്ഞ് അവനെ സ്നാനപ്പെടുത്താൻ കിട്ടണമെന്ന് നിർബന്ധം. അപ്പോൾ അവനെ മുട്ടിൻ്റെ അവിടെയോ അരയുടെ അവിടെയോ കീറി 3 പാൻറ് വിട്ട് മുടിയും കൂണ് പോലെ വെട്ടി ഇല്ലാത്ത താടി ഊശാൻ താടി പോലെ ഇവിടെയും വെച്ച് നടക്കുവാണെങ്കിൽ പിന്നെ അവൻ സ്നാനപ്പെടാൻ വരുമോ? അപ്പോൾ ആ സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്തോണം? അതൊന്നും മിണ്ടുന്നില്ല. നിൻ്റെ പിടി കിട്ടാത്തപ്പോൾ പിന്നെ പറഞ്ഞിട്ടുമല്ല. ഇപ്പോൾ ഉപദേശം പറയണത് എൻ്റെ പൊന്നു പാസ്റ്ററെ അവൻ സ്നാനപ്പെടാൻ വേണ്ടി പാസ്റ്റർ എന്ത് ചെയ്യണം? അവൻ പണ്ട് നേരത്തെ പറഞ്ഞു ഞാൻ സ്നാനപ്പെടാമെന്ന് പറഞ്ഞ. എന്നാൽ ഈ തന്ത തന്നെയാണ് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ സ്നാനപ്പെടാൻ പിള്ളേർ തീരുമാനം എടുത്താൽ സ്നാനപ്പെടുത്തിക്കും. ആരും നിർബന്ധിച്ച് എന്ത് ചെയ്യരുത്. സ്നാനപ്പെടേണ്ട ആൾ അങ്ങോട്ട് പറയേണ്ട കേസായത്. യേശു അങ്ങോട്ട് ചെന്നപ്പോൾ യോഹന്നാൻ വിരുണ്ടുപോയി. യോഹന്നാൻ ഒരു സൃഷ്ടി, ഇറങ്ങി വരുന്ന സൃഷ്ടിതാവാ. സൃഷ്ടിതാവിനെ കണ്ടപ്പോൾ യോഹന്നാൻ പുറകോട്ട് മാറ്റി പറഞ്ഞു അതരുത്, അതരുത്. നിന്നെ സ്നാനം വെക്കാൻ എനിക്കാണ്. യേശു പറഞ്ഞു യോഹന്നാനെ ഇപ്പോൾ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതി നിവർത്തിക്കും നമുക്ക്. അങ്ങനെയാണ് സ്നാനപ്പെടേണ്ട ആൾ അങ്ങോട്ട് പറയേണ്ട കാര്യമാണ് എനിക്ക് സ്നാനപ്പെടണമെന്ന്. മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. ആരെ നിർബന്ധിച്ച് മുക്കേണ്ട കേസൊന്നുമല്ല ഇത്. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം,
വേർപാട് പാലിക്കണം, ദൈവമക്കളുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം. കാഹളം ധ്വനിക്കും. കാന്തിയായ സഭയെ കർത്താവ് ചേർക്കും. ചേർക്കപ്പെടുന്ന സഭയ്ക്ക് അത് നമ്മൾ നിശ്ചയമായിട്ട് ഉണ്ടായിരിക്കണം. അതിനായിട്ട് എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇതൊരു ഉണർവ് മെസ്സേജ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ മാനസാന്തരം വരുന്ന മെസ്സേജാണെന്ന് എനിക്കറിയാം. നമ്മളിലെ ആ മനുഷ്യൻ, ആ ദൈവ മനുഷ്യൻ, നമുക്കൊരു പേരുണ്ട്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നീ ആരായി മാറുകയാണ്? ദൈവത്തിൻ്റെ മനുഷ്യനായി മാറുകയാണ്. അധികാരം കിട്ടുകയാണ്. എന്നോ അധികാരം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒന്ന് പറഞ്ഞേ അധികാരം കൊടുത്തു. എന്താ കൊടുത്തു? അധികാരം. അപ്പം ദൈവമക്കളായി കഴിഞ്ഞാൽ എന്തുണ്ട്? അധികാരമുണ്ട്. നീ കൽപ്പിച്ചാൽ ആ വിടുതൽ നടക്കും. നീ കൽപ്പിച്ചാൽ ആ വഴി തുറക്കും. നീ കൽപ്പിച്ചാൽ ആ രോഗസൗഖ്യമാകും. നിനക്കെന്തുണ്ട്? ദൈവമക്കൾ എന്നുള്ള അധികാരമുണ്ട്. ആ അധികാരത്തോടും കൃപയോടും ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.